പൈത്തൺ ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പൈത്തൺ ഈസ് എ സിമ്പിൾ ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ലേൺ ആൻഡ് ഈസി ടു യൂസ്. നമുക്ക് പഠിക്കാനും യൂസ് ചെയ്യാനും പൈത്തൺ സിമ്പിളാണ്. അതുപോലെ പൈത്തൺ ക്രിയേറ്റ് ചെയ്തത് 1991 ഡെവലപ്പ് ചെയ്തത് ഗെയ്ഡോ വാൻ റോസോ ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. പൈത്തൺ യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ്. സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പൈത്തനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വി ഡു നോട്ട് നീഡ് ടു കമ്പൈൽ പൈത്തൺ ബിഫോർ റണ്ണിങ് ഇറ്റ്. പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാം. അതുപോലെ തന്നെ വിൻഡോസിലും ലിനക്സിലും മാക് OSലൊക്കെ റൺ ചെയ്യാൻ പറ്റും പൈത്തൻ്റെ സോഴ്സ് കോഡ്. പൈത്തൺ ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. പൈത്തൺ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളതും ഓപ്പൺ സോഴ്സും ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കോഡ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് ഈസി ടു എക്സ്റ്റെൻഡ് എന്ന് പറയും അല്ലേ, നമുക്ക് പ്രോഗ്രാം എത്ര വേണോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനെ മോഡ്യൂൾസ് ആക്കി, എന്ന് വെച്ചാൽ സിമ്പിൾ ഓരോ ബോക്സ് ആക്കി എഴുതിയിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ അപ്പോൾ കോംപ്ലക്സ് ഒക്കെ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത്രയും മനസ്സിലാക്കുക. സിമ്പിളായിട്ട് കോഡ് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനും അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് പൈത്തൺ ഇത്രത്തോളം പോപ്പുലർ ആവാൻ കാരണം. മനസ്സിലായോ? നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാമിംഗ് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറഞ്ഞാൽ. ഈസിയാണ്. നമുക്കതുപോലെ തന്നെ അതിൻ്റെ കോഡൊക്കെ ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം നമുക്ക് പൈത്തൻ്റെ കോഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. മനസ്സിലായോ? അഡ്വാൻറ്റേജസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തേർഡ് പാർട്ടി മോഡ്യൂൾസ്. പൈത്തൺ ഹാസ് മെനി റെഡിമെയ്ഡ് എക്സ്റ്റേണൽ ലൈബ്രറീസ്. പൈത്തനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ ലൈബ്രറീസ് ഉണ്ട്. ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈബ്രറീസ് കോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. മനസ്സിലായ? അതാണ് തേർഡ് പാർട്ടി മോഡ്യൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സപ്പോർട്ട് ലൈബ്രറീസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നംപൈ, പാണ്ട എന്നൊക്കെ പറയുന്നത്. അത് പൈത്തൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ലൈബ്രറീസ് ആണ്. നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നംപൈ എന്ന് പറഞ്ഞ ലൈബ്രറി നമ്മൾ കോൾ ചെയ്യും. അതുപോലെ ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറി ആയിരിക്കും കോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും മാത്രം പഠിക്കുക. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് പഠിക്കാനുണ്ട്. അടുത്തത് ഓപ്പൺ സോഴ്സ് വിത്ത് ആക്റ്റീവ് കമ്മ്യൂണിറ്റി. നമുക്ക് പൈത്തണിനകത്ത് സോഴ്സ് കോഡ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട്, ഈ സിമിലർ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഓപ്പൺ സോഴ്സ് വിത്ത് ആക്റ്റീവ് കമ്മ്യൂണിറ്റി. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസി ടു റീഡ് ആൻഡ് ലേൺ. പൈത്തനകത്ത് നമ്മൾ ആദ്യം ആ ഫീച്ചേഴ്സ് നോക്കിയപ്പോഴേ പറഞ്ഞു, സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വേർഡ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇന്ന പർപ്പസിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ബിഗിനറിനാണെങ്കിൽ കൂടി ഈസി ആയിട്ട് നമുക്ക് പൈത്തൺ ആ ലാംഗ്വേജിലെ കോഡ് നമുക്ക് മനസ്സിലാവും. അടുത്തത് യൂസർ ഫ്രണ്ട്ലി ഡേറ്റ സ്ട്രക്ചറാണ്. ഡേറ്റ സ്ട്രക്ചർ നമുക്ക് ഈ യൂണിറ്റിൽ തന്നെ പഠിക്കാനുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി എന്നൊക്കെ ഡേറ്റ സ്ട്രക്ചറിന് ആ പേര് പറയുന്നുണ്ട്. ഇപ്പം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രൈവ് ചെയ്യാനുമുള്ള ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആ ഫെസിലിറ്റി പൈത്തനകത്തും ഉണ്ട്. മനസ്സിലായോ? ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഡേറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, നമ്മുടെ ഓരോ വാല്യൂസിലാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം അങ്ങോട്ട് ചെല്ലുമ്പോൾ. അടുത്തത് ആ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുപോലെ എനിക്ക് റിട്രൈവ് ചെയ്യാൻ പൈത്തൺ പ്രോഗ്രാമിങ്ങിനകത്ത് പറ്റും.
Support multiple programming style. Python support both object-oriented programming and step-by-step programming. ഒബ്ജക്റ്റ് പ്രോഗ്രാമിങ്ങും ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാമിങ്ങും ഉണ്ട്. സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാമിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറയാം. അതേസമയം C++, ജാവ ഇതൊക്കെ ഏത് ലാംഗ്വേജാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് പൈത്തനകത്ത് പ്രോഗ്രാമിംഗ് എഴുതാം. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് നമ്മൾ എഴുതുന്നത് ക്ലാസ്, ഫങ്ഷൻസ് അങ്ങനെ, എന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആ ഒരു രീതിയിലാണ്. ആ രീതിയിൽ നമുക്ക് പൈത്തണിൽ പ്രോഗ്രാമിംഗ് എഴുതാം. അതുപോലെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് എഴുതാം. ഇത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ നമുക്കത് നോക്കാം. അടുത്തത് പോർട്ടബിൾ ആൻഡ് ഇൻട്രാക്റ്റീവ് ആണ്. നമുക്ക് പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും മാക് ഓഎസിലൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഗുഡ് ഫോർ പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈൻ ഓഫ് കോഡൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൈത്തൻ്റെ സോഴ്സ് കോഡ് എഴുതാൻ പറ്റും. യൂസ്ഡ് ടു IoT ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഏതിലെഴുതാം? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതാം. അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അടുത്തത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പൈത്തണിൽ കോഡ് എഴുതുന്ന സമയത്ത് ഒരു ലൈനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ഇൻ്റർപ്രറ്റർ. അപ്പോൾ ആ പൈത്തൺ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ ആ ലൈനിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് നെക്സ്റ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എറർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇറ്റ് സപ്പോർട്ട് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. എഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ പൈത്തനകത്ത് സിമ്പിൾ കോഡാണെന്ന് പറഞ്ഞല്ലേ. അപ്പം നമുക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും ഡേറ്റ അനാലിസിസിനൊക്കെ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചത്? ആദ്യം പറഞ്ഞ എന്താണ് തേർഡ് പാർട്ടി മോഡ്യൂൾസ്, രണ്ടാമത്തെ എന്തായിരുന്നു സപ്പോർട്ട് ലൈബ്രറീസ്, മൂന്നാമത്തെ നമ്മൾ പഠിച്ച എന്താണ് ഓപ്പൺ സോഴ്സ്, അടുത്ത് ഈസി ടു റീഡ് ആൻഡ് ലേൺ, യൂസർ ഫ്രണ്ട്ലി ഡേറ്റ സ്ട്രക്ചർ പഠിച്ചു, സപ്പോർട്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് സ്റ്റൈല്, പോർട്ടബിൾ ആൻഡ് ഇൻട്രാക്റ്റീവ്, ഗുഡ് ഫോർ പ്രോട്ടോടൈപ്പ്, യൂസ്ഡ് ഇൻ IoT ആപ്ലിക്കേഷൻസ്, ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്, അതുപോലെ എഫിഷ്യൻറ്റ്. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്ലോ സ്പീഡ്. പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ് അല്ലേ. ഓരോ ലൈനും അത് എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് എഴുതാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് സ്ലോ സ്പീഡാണ്. രണ്ടാമത്തത് യൂസസ് മോർ മെമ്മറി. പൈത്തൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻ്റ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. പക്ഷേ ഇത് ഓരോ പ്രാവശ്യവും നമുക്ക് റാമിൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ മറ്റ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഇതിൽ കൂടുതലായിരിക്കും. അതാണ് യൂസസ് മോർ മെമ്മറി എന്ന് പറഞ്ഞിരിക്കുന്നത്. നോട്ട് കോമൺ ഫോർ മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ പൈത്തൺ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വെബ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റ സപ്പോർട്ട് ഈസ് ലിമിറ്റഡ്. ഇത് നന്നായിട്ട് ഡേറ്റ ബേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആ ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. റൺ ടൈം എറേഴ്സ് ഡൈനാമിക്കലി ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ടൈമിലായിരിക്കും ഓരോന്നും വാല്യൂസ് എല്ലാം കൊടുക്കുന്നത്, റൺ ചെയ്യുന്ന സമയത്തായിരിക്കും അസസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ റൺ ടൈമിൽ എറേഴ്സ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അടുത്തത് നോട്ട് ഗുഡ് ഫോർ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ്. എന്നൊക്കെ പറയുന്നത് നമുക്ക് ഹാർഡ്വെയർ ഡിസൈനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് അത് സ്യൂട്ടബിൾ അല്ല. മനസ്സിലായോ? എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? സ്ലോ സ്പീഡ്, യൂസസ് മോർ മെമ്മറി, നോട്ട് കോമൺ ഫോർ മൊബൈൽ ആപ്സ്, ഡേറ്റാബേസ് സപ്പോർട്ട് ഈസ് ലിമിറ്റഡ്, റൺ ടൈം എറേഴ്സ്, നോട്ട് ഗുഡ് ഫോർ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ്. ഇൻസ്റ്റാളിംഗ് പൈത്തൺ ഓൺ വിൻഡോസ്. നമുക്ക് പൈത്തൺ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗൂഗിളിൽ പൈത്തൺ ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് പൈത്തൻ്റെത് ഇവിടെ കണ്ടല്ലോ, ബ്ലൂ സ്ക്രീൻ പോലത്തെ ഒരു വിൻഡോ വരും. അതിനകത്തുനിന്ന് ഡൗൺലോഡ് കൊടുക്കുക. കുറേ വെർഷൻസ് ഉണ്ടാവും. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ പൈത്തൺ ആ വെർഷനുമായിട്ട് ചോദിക്കും. അതിൽ നിന്ന് ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് എൻവയോൺമെൻറ്റൽ വേരിയബിൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക.
അത് കഴിയുമ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും. ഈസിയാണ് കേട്ടോ, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഈസിയാണ്. നമ്മൾ ഗൂഗിളിൽ കയറി അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫ്രീ ഡൗൺലോഡ് ഒന്ന് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മോഡ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മോഡ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. അതിൽ ഒന്നാമത്തെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇൻ്ററാക്റ്റീവ് മോഡ്. ഇൻ്ററാക്റ്റീവ് മോഡിൽ പൈത്തൺ കോഡ് ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ട എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് പ്രിൻ്റ് കമാൻഡ് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുത്താലും അത് ഡിസ്പ്ലേ ചെയ്യും. മനസ്സിലായല്ലോ? പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് ഞാനിപ്പോൾ ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ABC ആയിരിക്കും. ഇവിടുത്തെ പ്രോഗ്രാമിങ്ങിൽ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് ഹലോ വേൾഡ്, അതാണ് ആ റിസൾട്ട് ഹലോ വേൾഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്ററാക്റ്റീവ് മോഡിനകത്ത് ഓരോ സ്റ്റെപ്പായിട്ടായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്ക്രിപ്റ്റ് മോഡ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് മോഡിനകത്ത് പൈത്തൺ പ്രോഗ്രാം ഒരു ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .py ആണ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ഒന്നോ രണ്ടോ ലൈനുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഇൻറ്ററാക്റ്റീവ് മോഡിൽ ചെയ്യാം. അതേസമയം ഒരു ഫയലായിട്ട് ആ പ്രോഗ്രാം സേവ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് മോഡിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്ത് നോക്കാം. 5 + 10 15 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു സിമ്പിൾ ഒരു ലൈനല്ലേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് വരാൻ. അപ്പം നമുക്ക് ഏതിനകത്ത് എഴുതാം? ഇൻട്രാക്റ്റീവ് മോഡിൽ കൊടുക്കാം. അതുപോലെ വെൽക്കം ടു പൈത്തൺ പ്രോഗ്രാമിംഗ്, അത് ഒരൊറ്റ ലൈനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് മോഡിൽ എഴുതി? നമ്മൾ ഇൻട്രാക്റ്റീവ് മോഡിൽ എഴുതി. അടുത്ത് x = 20 എന്ന് കൊടുത്തു. എന്നിട്ട് x × 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? x × 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 × 2 റിസൾട്ട് 40 എന്ന് ഡിസ്പ്ലേ ചെയ്ത്, അത് ഒരു ലൈൻ ഓഫ് കോഡേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ ഇൻട്രാക്റ്റീവ് മോഡിൽ എഴുതുക. മനസ്സിലായല്ലോ? ഇനി ഒരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാം എനിക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഏത് മോഡിൽ എഴുതേണ്ടി വരും? സ്ക്രിപ്റ്റ് മോഡ്. ഇവിടുത്തെ പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ program.py, ഒരു ഫയലാണെന്ന് വിചാരിക്കുക. അവിടെ പ്രിൻറ്റ് ഹലോ ഫ്രം സ്ക്രിപ്റ്റ് മോഡ്, ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ? ഔട്ട്പുട്ട് വന്നിരിക്കുന്ന പ്രിൻറ്റിനകത്ത് കൊടുത്തത് അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്തത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത്, എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്, നിങ്ങൾക്കറിയാമല്ലോ. എക്സിനകത്ത് ഞാൻ 10 പറഞ്ഞു. ഒയ്ക്കകത്ത് വേറൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് 5 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് സം = ഞാൻ പറഞ്ഞത് എന്താണ്? പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സിനകത്ത് ഞാൻ എന്ത് കൊടുത്താലും അത് പ്രിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സം = സൈൻ ഇതുവരെ പ്രിൻ്റ് ചെയ്യുക, ഡബിൾ കോട്ട്സിനകത്താണല്ലോ വന്നത്. അടുത്ത് എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ആ സം കഴിഞ്ഞിട്ട് വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ 10 + 5 15. മനസ്സിലായോ? നമ്മൾ പ്രോഗ്രാമിൽ അങ്ങോട്ട് പ്രോഗ്രാം എഴുതാൻ പഠിക്കും. ഈ സ്ക്രിപ്റ്റ് മോഡ്, ഇൻറ്ററാക്റ്റീവ് മോഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം, ഒരു സിമ്പിൾ ലൈൻ ഓഫ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ഏത് മോഡിൽ എഴുതും? ഇൻറ്ററാക്റ്റീവ് മോഡിൽ എഴുതും പ്രോഗ്രാം. അതേസമയം എനിക്ക് സേവ് ചെയ്ത് വെച്ച് ലൈൻ ഓഫ് കോഡ് കൂടുതലാണ്, ആ സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് മോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻറ്ററാക്റ്റീവ് മോഡിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. സ്ക്രിപ്റ്റ് മോഡിനകത്ത് എൻറ്റയർ പ്രോഗ്രാം ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രാക്റ്റീവ് മോഡിൽ സേവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു പ്രാവശ്യം എനിക്ക് റിസൾട്ട് കാണാൻ പറ്റും. മറ്റേത് .py ഫയലാവുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ലാർജ് പ്രോഗ്രാംസ് ഒക്കെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് മോഡായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പൈത്തൺ പ്രോഗ്രാമിംഗ്. ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതാണ് നമുക്കിനി പഠിക്കേണ്ടത്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പൈത്തൺ പ്രോഗ്രാമിംഗ്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് കീവേഡ്. Keywords are a special reserved words that have predefined meanings and purpose. പൈത്തൺ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തപ്പോൾ എഴുതി വച്ചിരിക്കുന്ന റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. ആ ഓരോ വേർഡിനും സ്പെഷ്യൽ മീനിങ് ആയിരിക്കും, സ്പെഷ്യൽ പർപ്പസിനായിരിക്കും നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. ഈ ബോക്സിനകത്ത് കുറച്ച് കീവേഡ് പറയുന്നുണ്ട്. ഫോൾസ്, നൺ, ട്രൂ, ആൻഡ്, ആസ്. നമ്മൾ ഈ പ്രോഗ്രാം പഠിച്ച് എഴുതി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് കീവേഡ് മനസ്സിലാവും. അപ്പോൾ എന്താണ് കീവേഡ് എന്ന് പറഞ്ഞാൽ? റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് പ്രീ ഡിഫൈൻഡ് മീനിങ്സ് ആൻഡ് പർപ്പസ്. പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വച്ചിരിക്കുന്ന കുറേ വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്.
പറയുന്നത്, റിസർവ്ഡ് വേർഡ്സിൻ്റെ പ്രോഗ്രാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഐഡൻറ്റിഫയർ എന്നാണ്. ഐഡൻറ്റിഫയർ ഈസ് ദ നെയിം അസൈൻഡ് ടു എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്ന പേര്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിന് കൊടുക്കുന്ന പേര്, ഇതിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫയർ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സ്ലൈഡിനകത്ത് എക്സിൻ്റെ വാല്യൂ 20 എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. അപ്പോൾ നെയിം ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ ആണ്. മനസ്സിലായല്ലോ. ഇനി ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാമിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഫങ്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ പേര് കൊടുക്കുന്നത് യൂസറായിരിക്കും. അപ്പോൾ ആ നെയിം ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫയർ ആണ്. ഇനി ഐഡൻറ്റിഫയേഴ്സ് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്, അണ്ടർസ്കോർ. അത് ഒന്നാമത്തെ റൂളാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ആൻ ഐഡൻറ്റിഫയർ കനോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ്. ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അതൊരു ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആവും. അതുപോലെ തന്നെ കേസ് സെൻസിറ്റീവാണ്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എൻറ്റയർലി ട്രീറ്റഡ് ആസ് ഡിഫറൻറ്റ്. അപ്പോൾ ഞാൻ എക്സ് എന്ന് എഴുതുന്നതും സ്മോൾ എക്സ് എഴുതുന്നതും ക്യാപിറ്റൽ എക്സ് എഴുതുന്നതും ഡിഫറൻ്റ് ആണ്. അടുത്തത് കീവേഡ് കനോട്ട് ബി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കീവേഡ് അവിടെ ബോക്സിനകത്തുണ്ട്. ആ കീവേഡ് ഒരിക്കലും എനിക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല, ഐഡൻറ്റിഫയർ നെയിമായിട്ട് എനിക്ക് എഴുതാൻ പാടില്ല. ഐഡൻറ്റിഫയേഴ്സ് കനോട്ട് കണ്ടെയ്ൻ സ്പേസ് ഓർ സ്പെഷ്യൽ സിംബൽസ്. നേരത്തെ എനിക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലേ, പക്ഷേ സ്പെഷ്യൽ സിംബൽസ് ഒന്നും ഐഡൻറ്റിഫയർ ആയിട്ട് എഴുതാൻ പാടില്ല. ദർ ഈസ് നോ ലെങ്ത് ലിമിറ്റ് ഫോർ ഐഡൻറ്റിഫയേഴ്സ്. നമുക്കിപ്പോൾ ഒരു വേരിയബിളിന് പേര് കൊടുക്കണം. അപ്പോൾ എനിക്ക് വേരിയബിളിൻ്റെ പേരെന്നുള്ളത് എന്താണ്, എയുടെ വാല്യൂ 20, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 20, ഇതാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തായിരിക്കണം, മീനിങ് ഫുള്ളായിട്ട് കൊടുക്കണം. നമ്പർ എന്ന് കൊടുക്കുന്നതിന് വരെ നമ്പർ, ഫസ്റ്റ്, നമ്പർ ഈസ്, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു വേരിയബിൾ നെയിം എഴുതൂല. മീനിങ് ഫുള്ളായിട്ടുള്ള നെയിം ആയിരിക്കണം നമ്മൾ വേരിയബിളിൽ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. അതുപോലെ ഐഡൻറ്റിഫയേഴ്സ് കനോട്ട് കണ്ടെയ്ൻ സ്പേസ് ഓർ സ്പെഷ്യൽ സിംബൽസ്. അതും കൂടെ നമ്മൾ ഓർക്കുക. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്പർ ആയിരിക്കാം ഞാനൊരു വേരിയബിളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു, ഫസ്റ്റ് എന്ന് കൊടുത്തു. നമ്പർ അടുത്ത വേർഡാണല്ലോ, നമ്പർ ഇങ്ങനെ എഴുതി. ഇതെന്താണ്, ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്, വാലിഡ് അല്ല. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഫസ്റ്റ് എന്ന് കൊടുത്തിട്ട് അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് നമ്പർ എന്ന് കൊടുക്കുക. ക്ലിയർ ആയോ? നമ്മൾ ഒരു വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്ന സമയത്ത് മീനിങ് ഫുള്ളായിട്ടുള്ള നെയിമാണ് എഴുതേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള നെയിം നമുക്ക് എവിടെ എഴുതാം, ABC അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ നമുക്കൊരു പ്രോഗ്രാമിങ്ങിൽ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവണം, അങ്ങനത്തെ നെയിം ആയിരിക്കണം നമ്മൾ ആ വേരിയബിളിന് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ വേരിയബിളിൻ്റെ നെയിം മാത്രം കൊടുക്കാനേ ഉള്ളൂ പ്രോഗ്രാമിൽ. നമ്മൾ ഇനി പൈത്തൻ്റെ വലിയ പ്രോഗ്രാംസൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പേര് കൊടുക്കുന്നത് യൂസറായിരിക്കും. അതിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയും. അടുത്തത് ഐഡൻറ്റിഫയർ സ്റ്റാർട്ടിങ് വിത്ത് സിംഗിൾ അണ്ടർസ്കോർ ആസ് ട്രീറ്റഡ്. നമുക്ക് ചിലപ്പോൾ സിംഗിൾ അണ്ടർസ്കോർ വെച്ചിട്ട് ABC ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാമിംഗ് എഴുതാൻ പറ്റും കേട്ടോ. അതിന് നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടെണ്ണം ഇട്ടിട്ട് ABC അതും നമുക്ക് എഴുതാൻ പറ്റും. അത് പ്രൈവറ്റ് ആണ് എന്ന് കാണിക്കാൻ. ഈ 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോഴേ നമുക്ക് അങ്ങനെ വരുന്നുള്ളൂ. നമ്മുടെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് ഇത്രയും റൂൾസ് വേണം നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ്, നമ്മൾ ഒരു വേരിയബിൾ നെയിം എഴുതുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം, A to Z മുതലുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, 0 to 9 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യാം, ABC 5 ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അതൊക്കെ വാലിഡ് ആണ്. അതുപോലെ തന്നെ A_B എന്നൊക്കെ കൊടുക്കാൻ പറ്റും. ഇതും വാലിഡ് ആണ്, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ കേസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ കീവേഡ് ഒന്നും എടുത്ത് നമ്മൾ ഒരിക്കലും ഐഡൻറ്റിഫയറിൻ്റെ നെയിമായിട്ട് എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സിംബൽസൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് വാലിഡ് അല്ല. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റൊന്നുമില്ല, ലെങ്തിൻ്റെ ലിമിറ്റൊന്നുമില്ല വേരിയബിളിന്. പക്ഷേ മീനിങ് ഫുള്ളായിട്ടുള്ള പേരായിരിക്കണം നമ്മൾ വേരിയബിളിനും അല്ലെങ്കിൽ ഫങ്ഷനോ മോഡ്യൂൾസിനോ ഒക്കെ കൊടുക്കേണ്ടത്. Data types tell the interpreter how the data should be represented in memory. നമുക്ക് മെമ്മറിക്കകത്ത് എന്തായിട്ടാണ് ഒരു വേരിയബിളിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പൈത്തനകത്ത് പ്രിമിറ്റീവായിട്ടുള്ള ഡേറ്റ ടൈപ്പ്
പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂമറിക്, സ്ട്രിംഗ്, ബൂളിയൻ ആൻഡ് സ്പെഷ്യൽ ടൈപ്പ് ലൈക്ക് നൺ. ഇത്രയാണ് പൈത്തനകത്തുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ന്യൂമറിക് ഡേറ്റ ടൈപ്പ്. ന്യൂമറിക് ഡേറ്റ ടൈപ്പ് റെപ്രസെൻറ്റ് നമ്പേഴ്സ് ആൻഡ് സപ്പോർട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ന്യൂമറിക് ഡേറ്റ ടൈപ്പിനകത്ത് ഏതാണ് വരുന്നത്? നമ്പേഴ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ എയുടെ വാല്യൂ 10 എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്താണ്? എയുടെ വാല്യൂ 10 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഞാനൊരു ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റീജറാണ്. മനസ്സിലായല്ലോ? നമ്മൾ സിക്കകത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹോൾ നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് വിത്തൗട്ട് ഡെസിമൽസ്. അതാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇനി എ ഈസ് ഈക്വൽ ടു 10.5. ഇതെന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഡെസിമൽ. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഞാനൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ആണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതാം? അതൊരു ഡെസിമൽ നമ്പറായിട്ട് എഴുതിയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സായി. അപ്പോൾ പൈത്തൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് അതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സ്, ചിലപ്പോൾ നമുക്ക് കോംപ്ലക്സ് ആ നമ്പേഴ്സിൻ്റെ സമ്മൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്തമെറ്റിക്കൽ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു എയുടെ വാല്യൂ 4 + 3j വേരിയബിൾ ഐയും ജെയും ഒക്കെ കൊടുത്ത് എഴുതുമല്ലോ. അങ്ങനെയാണ് ഞാൻ എഴുതുന്നതെങ്കിൽ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ എ പർട്ടിക്കുലർ വേരിയബിൾ. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഒരു വാല്യൂ എ ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്താൽ അത് ഇൻറ്റീജറായി. എ ഈസ് ഈക്വൽ ടു 20 പോയിൻറ്റ് ഡെസിമലും കൂടെ വരികയാണെങ്കിൽ അതിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റായി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 5 + 3i ഇങ്ങനെയൊക്കെ കൊടുത്താൽ അതൊരു കോംപ്ലക്സ് നമ്പറായി. നമ്മൾ ഏതാ ഇപ്പോൾ പഠിച്ചത്? ഡേറ്റ ടൈപ്പിൽ ഒന്നാമതായിട്ടുള്ള ന്യൂമറിക്കിനെ കുറിച്ചാണ് പഠിച്ചത്. സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ. ഇതൊരു ക്യാരക്ടറാണ് അല്ലേ? അപ്പോൾ ഞാൻ എ ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിനകത്ത് ഞാൻ വൈ എന്ന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ഇതെന്താണ്? ഒരു ക്യാരക്ടറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ക്യാരക്ടറേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എന്തോന്ന് പറയാം? ക്യാരക്ടർ എന്ന് പറയാം. ഇനി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എ ഈസ് ഈക്വൽ ടു ഞാൻ ഇതുപോലെ സിംഗിൾ കോഡ്സിനകത്ത് ഞാൻ എന്ത് കൊടുത്തു? എസ് എന്ന് പറഞ്ഞു. ഇതിലൊരു ക്യാരക്ടറാണോ? അല്ല. ക്യാരക്ടേഴ്സ് YES എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് പറയാം? സ്ട്രിംഗ് എന്ന് പറയാം. മനസ്സിലായോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് ക്യാരക്ടർ എന്ന് പറയാം. അപ്പോൾ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. എ സ്ട്രിംഗ് ഇൻ പൈത്തൺ ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സിനകത്ത് എനിക്ക് എഴുതാം. മനസ്സിലായല്ലോ? ഡബിൾ കോഡ്സിനകത്ത് എഴുതാം. ട്രിപ്പിൾ കോഡ്സിനകത്തും എനിക്ക് ഒരു സ്ട്രിങ്ങിന് അസൈൻ ചെയ്യാം. അപ്പോൾ വെൽക്കം എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്? ആൻസർ ANS ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് വെൽക്കം. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഡബിൾ കോഡ്സിൽ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ സിംഗിൾ കോഡ്സിനകത്ത് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിലും അത് ട്രീറ്റഡ് ആസ് എ സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് ട്രിപ്പിൾ കോഡ്സ് 3 പ്രാവശ്യം ഇങ്ങനെ ആ ട്രിപ്പിൾ കോഡ്സിനകത്തും എനിക്ക് സ്ട്രിങ് അസൈൻ ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം കണ്ടായിരുന്നോ? ക്രിയേറ്റ് സ്ട്രിങ്സ് S1 ഈക്വൽ ടു ഹലോ സിംഗിൾ കോഡ്സ് ട്രീറ്റഡ് ആസ് എ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു വേരിയബിളിനകത്ത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു വേരിയബിൾ ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റർ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അതൊരു സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സ്ട്രിങ്ങിനകത്ത് തന്നെയാണ് ആ ക്യാരക്ടർ ഡേറ്റ ടൈപ്പും കൂടെ വരുന്നത്. ഒരു വേരിയബിൾ ഈക്വൽ ടു ഒറ്റ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പായി. സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ഡേറ്റ ടൈപ്പായി. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ ഇൻറ്റീജർ ആയിരുന്നപ്പോൾ എന്താണ് എഴുതിയത്? A ഈസ് ഈക്വൽ ടു 10 അങ്ങനെയല്ലേ നമ്മൾ കൊടുത്തത്. അതുപോലെ തന്നെ 10.5 വന്നപ്പോൾ എന്തായി? അതൊരു ഫ്ലോട്ടിംഗ് ആയി. അതേപോലെ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഒരു വേരിയബിളിനകത്ത് അസൈൻ ചെയ്താൽ അതിനെയാണ് സ്ട്രിങ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്ത് ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാമേ. S1 ഈക്വൽ ടു ഹലോ കണ്ടല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാത്ത ഒരു കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് HELLO എന്ന് പറഞ്ഞ് ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെച്ചിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. മനസ്സിലായോ? അതിൽ മെമ്മറി അഡ്രസ്സ് എന്ന് പറയും. നിങ്ങൾക്ക് അത്രയൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ആ ഇൻഡെക്സ് എന്ന് മാത്രം പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഈ ഹെച്ചിൻ്റെ ഇൻഡെക്സ് 0 ആയിരിക്കും, ഇത് 1 ആയിരിക്കും, ഇത് 2, 3, 4. അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് 0, 1, 2, 3, 4 എന്നായിരിക്കും. മനസ്സിലായല്ലോ? അടുത്ത് നെഗറ്റീവ് ഇൻഡെക്സിങ്. ഇതിൻ്റെ ബാക്കിലോട്ട് ഇവിടെ നിന്നുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? -1, -2. റിവേഴ്സ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ബിഗിൻ വിത്ത് -1 ആണ്. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ഇൻഡെക്സ് 0 ആയിരിക്കും, സെക്കൻഡ് 1 ആയിരിക്കും. ഞാനിവിടെ എഴുതിയതുപോലെ. ക്ലിയർ ആയല്ലോ? ഈ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സിലുള്ള ഇൻഡെക്സിങ്ങിനാണ്. അത് ബിഗിൻ ചെയ്യുന്നത് -1 ആണ്. ഈ ഒരു കാര്യം കൂടെ സ്ട്രിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ ഞാൻ പറഞ്ഞു തന്നു? ഒരു വേരിയബിളിനകത്ത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതൊരു സ്ട്രിങ് ആവും. സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 0 തൊട്ടാണ്. ലാസ്റ്റ് ഇൻഡെക്സിങ് റിവേഴ്സ് എന്ന് പറയുന്നത് എത്ര തൊട്ടാണ്? -1, -2 അങ്ങനെയാണ്. അടുത്തത് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വേരിയബിൾ ഈക്വൽ ടു, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാമേ. x ഈസ് ഈക്വൽ ടു, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ട്രൂ. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബൂളിയൻ ഡേറ്റ ടൈപ്പിനകത്ത് നമുക്ക് 2 വാല്യൂസ് മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. 0 or 1 ആയിരിക്കും. ട്രൂ എന്ന് കൊടുത്താൽ അതിൻ്റെ മീനിങ് 1. x ഈസ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0. ക്ലിയർ ആയോ? അപ്പോൾ ബൂളിയൻ ഡേറ്റ ടൈപ്പിനകത്ത് 2 വാല്യൂ ഉള്ളൂ. അതിങ്ങനെ ട്രൂ ആയിട്ട് അസൈൻ ചെയ്താൽ അതിൻ്റെ വാല്യൂ 1. ഫോൾസ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0. ഈ പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. x ഈസ് ഈക്വൽ ടു ട്രൂ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇത് 1 അല്ലേ. y ഈസ് ഈക്വൽ ടു ഫോൾസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0. പ്രിൻ്റ് ടൈപ്പ് ഓഫ് എക്സ്. ഈ ടൈപ്പ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡേറ്റ ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനങ്ങോട്ട് നമ്മൾ പഠിക്കും. ഒരു ഫംഗ്ഷനാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഏത് ടൈപ്പാണ് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ബൂൾ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബൂളിയൻ വാല്യൂ ആണ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? പ്രിൻറ്റ് x+y. x+y എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ 1 അല്ലേ. 1 + 0. റിസൾട്ട് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടോ, 1 എന്നുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? 1ഉം 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 1. അടുത്ത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പ്രിൻറ്റ് x × 5. എക്സിൻ്റെ വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്? 1. 1 × 5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? 5 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ബൂളിയൻ ഡേറ്റ ടൈപ്പിന് ഏതൊക്കെയാണ് വാല്യൂ ഉള്ളത്? ട്രൂവും ഫോൾസും. ട്രൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1. ഫോൾസ് എന്ന് പറഞ്ഞാൽ 0. അത് വെച്ചിട്ട് ഒരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഡേറ്റ ടൈപ്പാണ് നൺ എന്ന് പറഞ്ഞാൽ. ഇതെന്താണ്? ആ വേരിയബിളിനകത്ത് വാല്യൂസ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നൺ വാല്യൂ ആണ്, അല്ലെങ്കിൽ എറർ കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വേരിയബിൾ ഈക്വൽ ടു നൺ അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പാണ് പഠിക്കേണ്ടത്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഒരു പർട്ടിക്കുലർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നു. ഇൻറ്റീജർ ആയിട്ടാണെങ്കിൽ നമുക്കതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആയിരിക്കും, അത് ഓർത്തോളണം. അതുപോലെ ഡെസിമൽ ആണെങ്കിൽ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. അതുപോലെ കോംപ്ലക്സ് ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് കോംപ്ലക്സ് ആണ്. ഇനി ബാക്കി നമുക്ക് പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻറ്റും ഫ്ലോട്ടും കോംപ്ലക്സ് നമുക്ക് പ്രോഗ്രാമായിട്ടില്ല. ഇൻറ്റും ഫ്ലോട്ടും പഠിക്കാറുണ്ട്, നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡേറ്റ ടൈപ്പാണ് പഠിച്ചത്? ന്യൂമറിക് പഠിച്ചു, സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് പഠിച്ചു, ബൂളിയൻ ഡേറ്റ ടൈപ്പ് പഠിച്ചു, നൺ ഡേറ്റ ടൈപ്പ്. ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റർ ഈസ് എ സിമ്പൽ യൂസ്ഡ് ടു പെർഫോം എ സ്പെസിഫിക് ഓപ്പറേഷൻസ്. മനസ്സിലായോ? ഒരു എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പലിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു പ്ലസ്. മനസ്സിലായല്ലോ. ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ്, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ, ആ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പൽ. അതുപോലെ തന്നെ ഡിവിഷനും ഫ്ലോർ ഡിവിഷനാണെങ്കിൽ ഇപ്പം ഞാൻ 10നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ ഡെസിമലായിട്ടായിരിക്കും ആ റിസൾട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഡിവിഷനാകുമ്പോൾ ആ ഡെസിമലും കൂടെ ചേർത്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. അതേസമയം ഫ്ലോർ ഡിവിഷനാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ട്രങ്കേറ്റ് റിമൂവ് ചെയ്തിട്ട് ഫ്രാക്ഷൻ കളഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും റിസൾട്ടായിട്ട് വരുന്നത്. അടുത്തത് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ കണ്ടുപിടിക്കുക. ഇപ്പോൾ 20 മോഡുലസ് 3 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും വരുന്നത്? 2 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ 2 raised to 3, അപ്പോൾ റേസ് ടു അങ്ങനെ എക്സ്പൊണൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 എന്ന് കൊടുക്കുക, സ്റ്റാർ കൊടുത്തിട്ട് 3 കൊടുക്കുക. എക്സ്പൊണൻഷ്യൽ സിമ്പലാണ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ്, എക്സ്പൊണൻഷ്യൽ. ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. രണ്ടാമത്തത് റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? 5 = 5. രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ട്രൂവോ ഫോൾസോ ആയിരിക്കും. ഒരു റിലേഷൻ നോക്കിയിട്ട് റിലേഷൻ കറക്റ്റ് ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. ഇവിടെ എന്താണ്? അത് ട്രൂ ആണ് റിസൾട്ട് വരുന്നത്. അടുത്തത് ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് ഈസ് ഈക്വൽ ടു. ഇനി നോട്ട് ഈക്വൽ ടു, അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ സൈനുമാണ്. സിമ്പൽ എല്ലാം പഠിച്ചു വെച്ചോളണം. ഇത് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ ടൈപ്പ് ഞാൻ പറഞ്ഞു തന്നു അല്ലേ, 2 മാർക്കിന് അത്രയൊക്കെ വരുള്ളൂ. ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഓപ്പറേറ്ററും നമ്മൾ എഴുതുന്ന സമയത്ത് ആ ഓപ്പറേറ്റർ എന്തിനാണെന്ന് എഴുതിയിട്ട് ഈ എക്സാമ്പിളും കൂടെ വേണം നമ്മൾ എഴുതേണ്ടത്. എപ്പോഴും പൈത്തനകത്ത് അങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കണം. അടുത്തത് ഗ്രേറ്റർ ദാൻ. നോട്ട് ഈക്വൽ ടു ഞാൻ പറഞ്ഞു തന്നല്ലേ അല്ലേ. 5 നോട്ട് ഈക്വൽ ടു 3, അതെന്തായിട്ട് വന്നു? ട്രൂ ആയിട്ട് വന്നു. ഓക്കെ. അടുത്തത് ഗ്രേറ്റർ ദാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 ഗ്രേറ്റർ ദാൻ 5. ഈ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണ്. 10 എന്ന് പറയുന്നത് 5-നേക്കാളും ഗ്രേറ്റർ ആണല്ലോ. സോ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വന്നു. അടുത്ത എന്താണ്? 10 ലെസ് ദാൻ 5. 10 ലെസ് ദാൻ 5 ആണോ? അല്ല, റിസൾട്ട് ഫോൾസ് ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്രൂ വന്നു. അതുപോലെ തന്നെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പം നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റർ എഴുതുമ്പോൾ ഏതൊക്കെ എഴുതണം? ഈസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. റിലേഷണൽ ഓപ്പറേറ്ററിൽ ഏതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഏതൊക്കെയാണ്? ഈസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ആൻഡ്, ഓർ, നോട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 5. ഈ 2 കണ്ടീഷനും, ഈ പറഞ്ഞിരിക്കുന്ന 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് 2ഓ അതിൽ കൂടുതലോ കണ്ടീഷൻസ് നോക്കേണ്ടി വരും. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം ജോയിൻ ചെയ്യുന്നത് ആൻഡ് ഓപ്പറേറ്ററോ ഓറൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ എന്തായാലും എനിക്ക് റിസൾട്ട് ട്രൂ ആയിട്ട് വരും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതേസമയം ഓർ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? റിസൾട്ട് ട്രൂ ആയിരിക്കും. നോട്ട് ആണെങ്കിലോ റിവേഴ്സ് ദ റിസൾട്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്? ആൻഡ്, ഓർ, നോട്ട്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു സൈനാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് പറയുന്നത്. നമുക്ക് ഈ എക്സാമ്പിളൊക്കെ ഇതുപോലെ ഇങ്ങനെയല്ല പഠിച്ച് വെക്കേണ്ടത്, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓരോ എക്സാമ്പിളായിട്ട് എഴുതുക. അങ്ങനെ വേണം നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. അത് അസൈൻമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മാറ്റി എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഇപ്പോൾ എയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഈസ് ഈക്വൽ ടു 5.
ഇനി ഞാൻ എഴുതുന്നത് എ ഈക്വൽ ടു എ പ്ലസ് 5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അസൈൻമെൻറ്റ് വെച്ചിട്ട് എ പ്ലസ് ഈക്വൽ ടു 5. മനസ്സിലായല്ലോ? എ ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 25. ഇതെങ്ങനെ എഴുതാം? എ ഡിവിഷൻ്റെ സിമ്പൽ ഈക്വൽ ടു 25. അടുത്ത് ഞാൻ എഴുതുന്നത് എൻ ഈക്വൽ ടു എൻ മൈനസ് 4. അസൈൻമെൻറ്റ് വെച്ചിട്ട് എങ്ങനെ എഴുതാം? എൻ മൈനസ് ഈക്വൽ ടു 4. മനസ്സിലായല്ലോ? ഇത് അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമേ. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പൈത്തനകത്തുള്ള ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് നോട്ട്, ബിറ്റ് വൈസ് എക്സോർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്. ഇത്രയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ സിമ്പലും പഠിച്ച് ഒരു എക്സാമ്പിളും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ നമ്പറിൻ്റെ ബൈനറി കൺവേർഷനാണ്. നമുക്കറിയാം അല്ലെ, ബൈനറി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 7നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് അതിൻ്റെ ഫാക്ടേഴ്സ് ആക്കുക. ഇത് 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. റിമൈൻഡർ 1. അടുത്ത് വീണ്ടും 2 കൊണ്ട് ചെയ്യുക, അപ്പോൾ 1 1. അപ്പം 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി നമ്പറായിട്ട് വരുന്നത് 111 ആണ്. ഇതാണ് 7ൻ്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി കുറേ നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 00 01 10 11. ഇതെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് വീണ്ടും നമുക്ക് 00 01 10 11 എഴുതിയിട്ട് 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്നത് 4 5 6 7. മനസ്സിലായല്ലോ? 4 ബൈനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഒന്നുകൂടെ എഴുതിയിട്ട് ലെഫ്റ്റിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കുക? 0 ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ബൈനറി ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കാനേ ഉള്ളൂ, പ്രോഗ്രാമായിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അടുത്തത് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ബിറ്റ് വൈസ് ആൻഡ് ചെയ്തിട്ടുണ്ട്. ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 1 വരുമ്പോൾ 1, ബാക്കി എല്ലാ കണ്ടീഷനിലും 0 ആയിരിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെയാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഓർ എന്ന് പറയുന്നത് ആഡ് ചെയ്യും പോലെ. ഇനി 1 ഓഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ ട്രൂ വരും. നോട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു തന്നു. 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0. അതുപോലെ തന്നെ എക്സോർ എന്ന് പറയുന്നത് റിട്ടേൺ 1 ഇഫ് ബിറ്റ്സ് ആർ ഡിഫറൻറ്റ്. ബിറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ 1 ആയിരിക്കും റിസൾട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. ഇപ്പോൾ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് 0101. ഇതെന്ന് പറയുന്നത് ഏതാണ്? 5 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ബൈനറി നമ്പറാണ് 45. അതിൻ്റെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 0101. അപ്പോൾ ഈ നമ്പറിന് ലെഫ്റ്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ലെഫ്റ്റിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ 0 എങ്ങോട്ട് ആഡ് ചെയ്യും? റൈറ്റിലോട്ട് കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ 0 എവിടെ പോയി? റൈറ്റിൽ വന്ന് കണ്ടോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ ഒരു ഷിഫ്റ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 ആണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? 5 ആയിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? ലെഫ്റ്റിലോട്ട് ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് 10 ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ്? 5 × 2. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ബൈ 2 ആണ്. അടുത്തത് റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് A=8 ആണ്. അപ്പോൾ 8നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് 1000 എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് റൈറ്റ് ഷിഫ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ റൈറ്റിലുള്ള ഒരു ബിറ്റിനെ എടുത്ത് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 0100 എന്ന് കിട്ടി. അപ്പോൾ റിസൾട്ട് ഈ 100 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 4 വരും. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ പ്രോഗ്രാമിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ആ ഓപ്പറേറ്ററും പഠിച്ച് സിമ്പലും പഠിച്ച് ഒരു എക്സാമ്പിളും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അടുത്ത് പഠിക്കേണ്ട മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഇന്നും നോട്ട് ഇന്നുമാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വേർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ എ ഇൻ ആപ്പിൾ. അപ്പോൾ റിസൾട്ട് എന്താ വരുന്നത്? ട്രൂ. എ ഉണ്ടല്ലോ ആപ്പിളിനകത്ത്, സോ റിസൾട്ട് ട്രൂ ആയിട്ട് വരും. ഇന്നെന്ന് വെച്ചാൽ അതിലുണ്ടോ ഇല്ലയോ എന്ന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യും കേട്ടോ. ഇന്ന് നോട്ടിന് നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യമാണ്. അടുത്തത് നോട്ടിൻ. അപ്പോൾ എന്താണ്? എക്സ് നോട്ട് ഇൻ ആപ്പിൾ. എക്സ് എന്ന് പറയുന്നത് ആപ്പിളിലുണ്ടോ? നോട്ട് ഇന്നാണ്. അപ്പോൾ റിസൾട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രൂ ആയിരിക്കും. ഇന്നും നോട്ട് ഇന്നുമാണ്
നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഇനി ലാസ്റ്റ് പഠിക്കേണ്ടത് ഏതാണ്? ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഈസും ഈസ് നോട്ടും ആണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. എ ഈസ് ബി. എ എന്ന് പറഞ്ഞാൽ ബി ആണോ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ബോത്ത് വേരിയബിൾസ് പോയിന്റ് ടു ദ സെയിം ഓബ്ജക്റ്റ്, രണ്ട് സെയിം ആണോ എന്നുള്ളതിനാണ്. അപ്പോൾ അത് ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസും വരാം, ചിലപ്പോൾ ഈക്വൽ ആവാം അല്ലാതെയും വരാം. ഈസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈസ് നോട്ടും. ഈസും ഈസ് നോട്ടുമാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ഏതൊക്കെ ഓപ്പറേറ്ററാണ് പഠിച്ചത്? അരിത്തമെറ്റിക് പഠിച്ചു, റിലേഷണൽ പഠിച്ചു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പഠിച്ചു, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. കമൻസ് ഇൻ പൈത്തൺ പ്രോഗ്രാം. കമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൈത്തൺ പ്രോഗ്രാം. പൈത്തൺ പ്രോഗ്രാമിൽ നോൺ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കമൻസ് എന്ന് പറയുന്നത്. നമുക്ക് യൂസറിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതി വയ്ക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ കമൻസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് കമൻസ് എഴുതാം. സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റും ഉണ്ട്. സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ കമൻ്റ് ആക്കുന്നതെങ്കിൽ അതിനെ എനിക്ക് സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറയാം. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുന്നത് ഹാഷ് യൂസ് ചെയ്യുക, ഹാഷ് സിമ്പിൾ യൂസ് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അതിന് നമ്മൾ സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറയും. ഇനി മൾട്ടി ലൈൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ലൈൻസ് ആയിരിക്കും നമ്മൾ കമൻ്റ് ആക്കുന്നത്. അപ്പം നമുക്ക് ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഹാഷ് യൂസ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, പിന്നെ ഹാഷ് യൂസ് ചെയ്ത് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൊടുക്കുക, ലാസ്റ്റ് നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കമൻറ്റ് എഴുതാം. സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റും ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ പഠിച്ചത് കീവേഡ് ആയിരുന്നു അല്ലേ? രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? ഐഡൻറ്റിഫയറിനെ കുറിച്ചാണ് പഠിച്ചത്. മൂന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? ഡേറ്റ ടൈപ്സ്. നാലാമത്തേതായിരുന്നു ഓപ്പറേറ്റേഴ്സ്. അടുത്ത് നമുക്ക് പഠിച്ചത് കമൻ്റ് ആണ്. ഇത്രയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പൈത്തൺ പ്രോഗ്രാം. നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാം പൈത്തണിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ടോട്ടൽ റവന്യൂ ആണ്. അപ്പോൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രൈസും കൊടുക്കണം, ക്വാണ്ടിറ്റിയും കൊടുക്കണം. പ്രൈസ് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? 1200 കൊടുത്തിട്ടുണ്ട്. വേരിയബിളിനകത്ത് അസൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി എത്ര കൊടുത്തിട്ടുണ്ട്? 40 കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അടുത്ത് ടോട്ടൽ റവന്യൂ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കമൻറ്റ് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ലൈനിലൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അതുപോലെ തന്നെ ഈ അസൈൻ ചെയ്തെടുത്തും നമ്മൾ ഓരോ കമൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ കമൻറ്റാണത്. അടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് പ്രിൻറ്റ് പ്രൈസ് പെർ യൂണിറ്റ്. ഞാൻ പ്രിൻറ്റ് പറഞ്ഞതെന്ന് എന്താണ്? പ്രിൻ്റ് എന്ന് എഴുതിയിട്ട് ആ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് ഞാൻ എന്ത് കൊടുത്താലും സിസ്റ്റം ഡിസ്പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ ഡിസ്പ്ലേ ചെയ്തു. ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ ഇട്ടിട്ട് വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏത് വേരിയബിളാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ്. അപ്പോൾ ആ വേരിയബിളിനകത്തുള്ള വാല്യൂയും കൂടെ ഡിസ്പ്ലേ ചെയ്യും. 1200 വന്നുണ്ടല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി സോൾഡ് അതുപോലെ വന്നു. അവിടെ ഒരു വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേരിയബിൾ? ക്വാണ്ടിറ്റി. അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അടുത്തത് ടോട്ടൽ റവന്യൂ അതുപോലെ വന്നു. അവിടെ ഒരു വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്. വേരിയബിൾ ഏതാണ്? ടോട്ടൽ റവന്യൂ. ആ വേരിയബിളിനകത്തുള്ള വാല്യൂ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. പ്രോഗ്രാം സേവ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. നമുക്ക് ഈ പ്രോഗ്രാം നമ്മളൊരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ വിൻഡോയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പൈത്തൺ ഓൺലൈൻ കമ്പൈലറിന്ന് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം റൺ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. നമ്മൾ തൊട്ടു മുന്നേ ഞാനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? എന്താണ്? ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം. അതിനകത്ത് പ്രൈസും ക്വാണ്ടിറ്റിയും അസൈൻ ചെയ്തായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? യൂസറിന് ഇഷ്ടമുള്ള വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രൈസ് ഈക്വൽ ടു എങ്ങനെ എഴുതി? ഇൻറ്റ് ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് എൻ്റർ പ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വേരിയബിളിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് വാല്യൂസ് റീഡ് ചെയ്യാം. പക്ഷേ ആ വാല്യൂ സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ സ്ട്രിങ്ങിനെ എനിക്ക് ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തത്.
ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ ഇതുപോലെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും എന്താണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നുകൂടെ പറയാം. നമ്മൾ പ്രൈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ പ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വാണ്ടിറ്റി ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇൻപുട്ട് എൻ്റർ പ്രൈസ് എന്ന് കൊടുത്തത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റർ പ്രൈസ് എന്ന് വന്നിട്ടുണ്ട്, അവിടെ എനിക്ക് പ്രൈസ് എൻ്റർ ചെയ്യാം. അതുപോലെ എൻ്റർ ക്വാണ്ടിറ്റി ചോദിച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് ക്വാണ്ടിറ്റിയും എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആ ഇൻപുട്ട് ഫംഗ്ഷനിനകത്ത് സ്ട്രിങ് ആയിട്ടായിരിക്കും വാല്യൂസ് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രിങ് ആകുമ്പോൾ എന്താണ്, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ആ സ്ട്രിങ്ങിനെ ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് കൊടുത്തു, ഇൻറ്റ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഈ മെസ്സേജ് എന്താണ്, ഇത് വരുമ്പോഴാണ് എനിക്ക് യൂസറിന് വാല്യൂസ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വരേണ്ട ഒരു മെസ്സേജാണ് ഞാനിവിടെ എൻ്റർ പ്രൈസ് എന്ന് കൊടുത്തത്. അതുപോലെ എൻ്റർ പ്രൈസ് എന്ന് വന്നു, പ്രൈസ് ഞാൻ എൻ്റർ ചെയ്തു. എൻ്റർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു, ക്വാണ്ടിറ്റി ഞാൻ എൻ്റർ ചെയ്തു. റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, അത് കാൽക്കുലേറ്റ് ചെയ്തു. ഞാനിവിടെ എന്താ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, റവന്യൂ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റവന്യൂ ഈക്വൽ ടു നമ്മൾ കൊടുത്ത പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് വന്നു. മനസ്സിലായല്ലോ പ്രോഗ്രാം? നമ്മൾ പൈത്തണിൽ സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാം എഴുതുന്നത് വരെ പഠിച്ചു. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്, ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇൻ പൈത്തൺ. എന്താണ് ഒരു ഡേറ്റ സ്ട്രക്ചർ? ഡേറ്റ സ്ട്രക്ചർ ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് സ്റ്റോറിങ് ഡേറ്റ. ഓർഗനൈസസ് ഡേറ്റ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. ഡേറ്റ സ്ട്രക്ചറിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് വേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് അസസ് ആൻഡ് റിട്രൈവൽ ഓഫ് ഡേറ്റ. സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, എനിക്ക് ഡേറ്റ റിട്രൈവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പുതിയ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. മോഡിഫിക്കേഷൻ ഈസ് പോസിബിൾ. നമുക്ക് ഉള്ള ഒരു ഡേറ്റ ഉണ്ട്, ആ ഡേറ്റയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡേറ്റ സ്ട്രക്ചറിനകത്ത് അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബെറ്റർ മെമ്മറി യൂട്ടിലൈസേഷനാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഡേറ്റ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ഇൻ പൈത്തൺ. പൈത്തനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡേറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എലമെൻറ്റ്സ് എല്ലാം എഴുതേണ്ടത് വിത്തിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം എലമെൻറ്റ്സ് എല്ലാം എഴുതേണ്ടത്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ ടേം ഒരു പ്രധാനപ്പെട്ട ടേമാണ്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിനകത്ത് എനിക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് വാല്യൂസ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതാണ് എഴുതിയിരിക്കുന്നത്. ലിസ്റ്റ് ഈസ് ആൻ ഓർഡേർഡ് മ്യൂട്ടബിൾ ആൻഡ് അലോ ഡ്യൂപ്ലിക്കേറ്റ്. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എനിക്ക് വാല്യൂസ് ലിസ്റ്റിനകത്ത് കൊടുക്കാനും പറ്റും. പിന്നെ ലിസ്റ്റിൽ ഒരു കാര്യം കൂടെ ഓർക്കുക, ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ സ്ട്രിങ് പഠിച്ച സമയത്തും പറഞ്ഞു, സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് ബിഗിൻ ചെയ്യുന്നത് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ലിസ്റ്റിനെ പറ്റിയിട്ട് ഇനി എന്തൊക്കെയാണ്, നമുക്ക് പ്രോഗ്രാം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ലിസ്റ്റ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് ലിസ്റ്റിനകത്തുള്ള ഈ ഫങ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ആദ്യം നമുക്കൊരു empty ലിസ്റ്റ്, വെറുതെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് empty ലിസ്റ്റ് എന്ന് കൊടുത്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത്. ഇത് പ്രിൻറ്റ് ചെയ്തിട്ടില്ല. പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് ഒരു ഔട്ട്പുട്ട് മാത്രം വരും. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. കണ്ടല്ലോ, ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു വേരിയബിളിൽ ഒരു വാല്യൂ അസൈൻ ചെയ്തു. അവിടെ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാനിവിടെ കുറേ വാല്യൂസ് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ എന്ത് പറയും, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയും. അതൊരു ഡേറ്റ സ്ട്രക്ചറാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ? ആ വേരിയബിൾ നെയിമും ഇതും കൂടെ ഓർമ്മിച്ച് പഠിക്കുക, അപ്പോൾ നമുക്കത് മനസ്സിലാവും. അടുത്തത് അപ്പൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഡേറ്റ സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു, 10, 20, 30, 40. അതിലകത്തോട്ട് എനിക്കൊരു വാല്യൂസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നതാണ് പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടോ, 100 കൂടെ ആഡ് ചെയ്ത് ഔട്ട്പുട്ട് വന്നു.
അടുത്തെന്താണ് എക്സ്റ്റെൻഡ്. മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. കണ്ടോ റിസൾട്ട് വന്നിരിക്കുന്നത് 500ഉം 600ഉം കൂടെ ആഡ് ചെയ്ത് വന്നു. അടുത്തത് എന്താണ്, മൂന്നാമത്തെ ഫംഗ്ഷൻ ഇൻസേർട്ടാണ്. ഒരു സ്പെസിഫിക് ലൊക്കേഷനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 2ൽ 250 ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് 2 എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 0 1 2 കണ്ടോ, 250 ഇൻസേർട്ട് ചെയ്തേക്കുന്നത് കണ്ടോ, മനസ്സിലായോ? അപ്പം ഞാൻ 3 ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞു. അപ്പൻഡ് എന്താണ്, ഒരു വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. എക്സ്റ്റെൻഡ് എന്താണ്, മൾട്ടിപ്പിൾ വാല്യൂസ്. ഒരു സ്പെസിഫിക് പൊസിഷൻ അവിടെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ഫംഗ്ഷൻ. അടുത്തത് റിമൂവ് 250. അപ്പോൾ അതിലൊരു എലമെൻറ്റ് അതിൽ നിന്ന് പോകും. 250 പോയിട്ടാണ് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തത് പോപ്പും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. കണ്ടോ, 600 പോയിട്ടാണ് ബാക്കിയുള്ള എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്. അടുത്തത് ഇൻഡെക്സ് ഫംഗ്ഷൻ. ഇൻഡെക്സ് ഓഫ് 30ൻ്റെ ഇൻഡെക്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 0 1 2 ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ ഇൻഡെക്സ്. അടുത്തത് കൗണ്ട്. 20 എത്ര ടൈംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. എത്ര പ്രാവശ്യം 20 ഉണ്ട്, ഒരു പ്രാവശ്യം. കണ്ടല്ലോ 1 എന്ന് വന്നിരിക്കുന്നത്. അടുത്തത് സോർട്ട് ചെയ്യുക. എൻ്റെ ലിസ്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലായിരിക്കും വരുന്നത്. സോർട്ട് ചെയ്തേക്കുന്നുണ്ടല്ലോ 10 20 30 40 100 500 ആ സോർട്ടഡ് ഓർഡറിൽ തന്നെയാണ്. അതുകൊണ്ട് അതങ്ങ് ഡിസ്പ്ലേ ചെയ്തു. അടുത്തത് റിവേഴ്സ്. കണ്ടല്ലോ 500 ഫസ്റ്റ് വന്നു, 100 40 30 20 10. അടുത്തത് ഒരു ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സ് വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. കോപ്പി ലിസ്റ്റ് ഈക്വൽ ടു numbers.copy ഫംഗ്ഷൻ വച്ചിട്ട് നമ്പേഴ്സിലുള്ളത് നമ്മൾ എങ്ങോട്ട് കോപ്പി ചെയ്തു, കോപ്പി ലിസ്റ്റ് എന്നുള്ള വേരിയബിളിലോട്ട് ചെയ്തു. പ്രിൻറ്റ് കോപ്പി ലിസ്റ്റ് അതുപോലെ കണ്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തത് ക്ലിയർ. ആ ലിസ്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം എന്താണ്, ക്ലിയർ ചെയ്യണം. അപ്പോൾ അവിടെ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ empty ആയിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ തൊട്ട് ബാക്കിലത്തെ സ്ലൈഡിൽ ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ. നമ്മളൊരു ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വേരിയബിൾ നെയിം ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് കൊടുക്കുക അല്ലേ. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പിന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ലിസ്റ്റിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, അപ്പൻഡ് എന്തിനാണ്, ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് എന്താണ്, എക്സ്റ്റെൻഡ് എന്താണ്, മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇൻസേർട്ടിങ് എലമെൻ്റ് അറ്റ് സ്പെസിഫിക് പൊസിഷൻ. ഇൻഡെക്സ് പറഞ്ഞിട്ട് ആ പൊസിഷനിൽ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്നുള്ള ഫംഗ്ഷൻ. ഇത് 3 മനസ്സിലായല്ലോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് എന്താണ്, റിമൂവ് എ പർട്ടിക്കുലർ എലമെൻറ്റ്. ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. അടുത്ത് എന്താണ്, പോപ്പ്. ഒരു ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എലമെൻറ്റ് റിമൂവ് ചെയ്യും. അടുത്തത് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് ഞാൻ പറഞ്ഞു എത്രയാണ്, 0 1 2 3 ഇത്. അപ്പോൾ ആ ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഇൻഡെക്സ് എന്നുള്ള ഫംഗ്ഷൻ. അടുത്തത് കൗണ്ട്. ഒരു എലമെൻറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, ഓർഡറിൽ അസെൻഡിങ്ങിനും ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ട്. അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ റിവേഴ്സ് ഫംഗ്ഷൻ. ഒരു ലിസ്റ്റിലുള്ള എലമെൻറ്റ് വേറൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലിയർ. ഇത്രയും ഫംഗ്ഷനാണ് നമ്മൾ ലിസ്റ്റിൽ പഠിച്ചത്. ടപ്പിൾസ് ഇൻ പൈത്തൺ. എ ടപ്പിൾ ഇൻ പൈത്തൺ ഈസ് എ കളക്ഷൻ ഓഫ് ഐറ്റം. അപ്പോൾ ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ലിസ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിത്തിൻ ദ ബ്രാക്കറ്റിനകത്താണ്. അതുപോലെ ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. നമുക്ക് ടപ്പിളിനകത്ത് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് പറ്റൂല. അപ്പോൾ ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യും, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റൂല. നമുക്ക് ടപ്പിൾ നമുക്ക് സൈസ് കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. 2 ടപ്പിൾ നമുക്ക് ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തതുപോലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാമേ. empty ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ബ്രാക്കറ്റിനകത്താണ്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു ബ്രാക്കറ്റ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഞാൻ ലിസ്റ്റിലും അത് പറഞ്ഞിരുന്നു. അതുപോലെ നമ്പേഴ്സ് ഈക്വൽ ടു 10 20. അതുപോലെ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. സ്ട്രിങ് ആയിട്ട് നമുക്ക് ലിസ്റ്റിലും ചെയ്യാൻ പറ്റും. ടപ്പിളിനകത്ത് നമുക്ക് വാല്യൂസ്
സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ കളക്ഷൻ എന്താണ്, നമുക്ക് ലിസ്റ്റിലും നമുക്ക് ഇൻറ്റീജർ മാത്രമല്ല സ്ട്രിങ്ങും കൂടി ഒരുമിച്ച് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടപ്പിളിനകത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീജറായിട്ടും നമുക്ക് സ്ട്രിങ് ആയിട്ടും ഒക്കെ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇത്രയും നമുക്ക് ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടപ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റീജർ വാല്യൂസ്, ഇതിനകത്ത് സ്ട്രിങ്, ഇത് മൾട്ടിപ്പിൾ വാല്യൂസ്. ഓക്കെ, അടുത്തത് ടി ഈസ് ഈക്വൽ ടു 10, 20, 20, 30, 40. അതാണ് അതിനകത്തുള്ള എലമെൻറ്റ്സ്, ടപ്പിളിലെ എലമെൻറ്റ്സ്. അടുത്തത് കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസും കൂടെയാണ് പഠിച്ചു വെക്കേണ്ടത്. ആദ്യം അതെന്താണെന്ന് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക, എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എഴുതുക. കൗണ്ട് നമ്മൾ നേരത്തെയും പഠിച്ചു അല്ലേ, എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൗണ്ട് ഓഫ് 20 കൊടുത്തിട്ടുണ്ട്. ആൻസർ വന്നിട്ടുണ്ടല്ലോ 2. 20 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 ടൈംസ്. അടുത്തത് ഇൻഡെക്സ് ഓഫ് 30. 30ൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 0, 1, 2, 3. 3 എന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഔട്ട്പുട്ടിൽ. ലെങ്ത് ഓഫ് എ ടപ്പിൾ, ഏത് ഫംഗ്ഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? len. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലിസ്റ്റിൻ്റെ എലമെൻറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും len എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും കേട്ടോ. len ടി, ടപ്പിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5. അടുത്തത് മാക്സിമം വാല്യൂ, മാക്സ് ഫംഗ്ഷനാണ് അടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിനിമം വാല്യൂസ് യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? മിന്ന്. സമ്മ് കണ്ടുപിടിക്കുക, ആ ടപ്പിളിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. അതുപോലെ സോർട്ടഡ്, നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോർട്ടഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, അതിനെ എനിക്ക് ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യണം, എനിക്ക് വേറൊരു ഡേറ്റ സ്ട്രക്ചറിലോട്ട് മാറ്റണം. ലിസ്റ്റിനെ ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടപ്പിൾ എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? വേരിയബിൾ നെയിം ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് കൊടുക്കുക. എന്നിട്ട് ഇത്രയും പഠിച്ചിട്ട് നമ്മുടെ ആ ഫങ്ഷൻസും കൂടെ പഠിച്ചു വയ്ക്കുക. ടപ്പിൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു? ടി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് കൊടുക്കുക അല്ലേ. ഇതിപ്പോൾ ഒരു ടപ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ടപ്പിളാണ്, ഇതിനകത്തോട്ട് എനിക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് പറ്റൂല. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് ഡേറ്റ ടൈപ്പാണ്? ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ടപ്പിളിനകത്തുള്ള ഫങ്ഷൻസ് ഞാൻ പറയാം. കൗണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്, നിങ്ങളുടെ ബുക്കിലുള്ളത്, SLMലുള്ളത് കൗണ്ട് ഫംഗ്ഷൻ അറിയാമല്ലോ. അടുത്തത് ഇൻഡെക്സ്, ഇത് രണ്ട് നമ്മൾ ലിസ്റ്റിൽ നോക്കിയതാണ്. പിന്നെ len, ആ ക്രിയേറ്റ് ചെയ്ത ടപ്പിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് len എന്നുള്ളത്. പിന്നെ നമ്മൾ ഏത് ഫംഗ്ഷനാണ് പഠിച്ചത്? മാക്സിമം വാല്യൂസ് എടുക്കാൻ വേണ്ടി മാക്സ് ഫംഗ്ഷൻ, മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൻ ഫംഗ്ഷൻ, സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സം ഫംഗ്ഷൻ. പിന്നെ നമുക്ക് സോർട്ടഡ് ഉണ്ട്, സോർട്ടഡ് എന്നുള്ള ഫംഗ്ഷനും ഉണ്ട്. പിന്നെ ഒരു ലിസ്റ്റിന് നമുക്ക് ടപ്പിളിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡേറ്റ സ്ട്രക്ചറിനെ ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ടപ്പിൾ. ഇത്രയാണ് നമുക്ക് ടപ്പിളിൽ പഠിക്കാനുള്ളത്. അടുത്തതാണ് സെറ്റ് ഇൻ പൈത്തൺ. നമ്മൾ ഏതൊക്കെ ഡേറ്റ സ്ട്രക്ചർ പഠിച്ചു? ലിസ്റ്റ് പഠിച്ചു, ടപ്പിൾ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ്, കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്, ഒരു ഓർഡറിൽ നമുക്ക് പറയാൻ പറ്റില്ല എലമെൻറ്റ്സ്. അതുപോലെ തന്നെ അൺഇൻഡെക്സ്ഡ് ആണ്. ഓർഡേർഡ് അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡെക്സ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ മ്യൂട്ടബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എല്ലാം യുണീക്കായിരിക്കും. ഇനി നമുക്കൊരു empty സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾ നെയിം ഈക്വൽ ടു നമുക്ക് കേളി ബ്രാക്കറ്റ്സ് എന്ന് പറയും. ഇതിനകത്തായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെറ്റിനകത്ത് എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലിസ്റ്റിനകത്ത് നമ്മൾ ഏതായിരുന്നു? സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ. ടപ്പിളിനകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു? നമ്മൾ ബ്രാക്കറ്റ്സിനകത്ത്. സെറ്റിനകത്ത് നമ്മൾ കേളി ബ്രാക്കറ്റ്സിനകത്താണ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? മ്യൂട്ടബിൾ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആഡ്. ഒരു എലമെൻറ്റ് മാത്രം സെറ്റിലോട്ട് ആഡ് ചെയ്താൽ മതിയെങ്കിൽ യൂസിങ് ദ ഫംഗ്ഷൻ ആഡ്. കണ്ടല്ലോ, എയിലോട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വന്നതുണ്ടോ? 1, 2, 3, 4, 5, 6 കണ്ടല്ലോ. അടുത്ത അപ്ഡേറ്റ്, മൾട്ടിപ്പിൾ വാല്യൂസ് എനിക്ക് ആഡ് ചെയ്യണം. സോ യൂസിങ് ദ ഫംഗ്ഷൻ അപ്ഡേറ്റ്. കണ്ടോ, ഇവിടെ ഏതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്? 7, 8. ഔട്ട്പുട്ട് വന്നതുണ്ടോ? 7, 8 കൂടെ ചേർത്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇനി എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. റിമൂവും ഉണ്ട്, ഡിസ്കാർഡ് ഫംഗ്ഷനും ഉണ്ട്.
ഇവിടുന്ന് 8 റിമൂവ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കാർഡ് വെച്ചിട്ട് ഞാൻ എന്താണ് എലമെൻറ്റ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. 1 ആണ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്. രണ്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റ് ഇല്ലാത്തൊരു എലമെൻ്റാണ് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റിമൂവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എറർ കാണിക്കില്ല. ഡിസ്കാർഡ് ആണെങ്കിൽ അവിടെ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി പോപ്പ് ഓർഡേർഡ് അല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യും. അടുത്തത് കോപ്പി നമ്മൾ ലിസ്റ്റിൽ കണ്ടതാണ്. ഒരെണ്ണത്തിനകത്തുള്ളത് വേറൊരു വേരിയബിളിലോട്ട് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സെറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിൻ്റെ കുറേ ഫങ്ഷൻസ് അല്ലേ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, ഇങ്ങനെ നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ ഇതിൽ പൈത്തണിലും നമുക്ക് അതേ സെയിം ഫങ്ഷൻ യൂസ് ചെയ്യാം. രണ്ട് ലിസ്റ്റ് നമുക്ക് കോമൺ എല്ലാ എലമെൻറ്റ്സും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിയൻ എ ഡോട്ട് യൂണിയൻ ബി കണ്ടോ, ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കണ്ടോ. യൂണിയൻ എന്ന് പറഞ്ഞിട്ട് എയിലെ ബിയിലെ എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് കാണിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്നത് ഇൻ്റർസെക്ഷൻ. അതുപോലെ ഡിഫറൻസ്, അതിൽ എ മൈനസ് ബി ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് സിമെട്രിക് ഡിഫറൻസ് കണ്ടല്ലോ. എയിലെയും ബിയിലെയും സിമെട്രിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട രണ്ട് ഫംഗ്ഷനുണ്ട്, ഈസ് സബ്സെറ്റും ഈസ് സൂപ്പർ സെറ്റ്. എന്താണ് ഇപ്പം ഇവിടെ ഒരു സെറ്റുണ്ട്. ഏതാണ് സെറ്റ്? ഇപ്പോൾ ഒരു സെറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4, 5 എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണോ എങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസാണ് നമുക്ക് ഇക്വാളിറ്റിയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ട്രൂ കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ഡിസ്പ്ലേ ചെയ്യും. ഒരു സെറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേരിയബിൾ നെയിം ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്, ഇതിനകത്ത് നമുക്ക് എലമെൻറ്റ്സ് കൊടുക്കാം അല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സെറ്റിനകത്തുള്ള ഫങ്ഷൻസ് ഞാൻ സെപ്പറേറ്റ് എഴുതുന്നത് ആ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. ഒന്നാമത്തത് ഏതാണ്? ആഡ് ഫങ്ഷൻ. ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഡോട്ട് ആഡ് എന്ന് കൊടുത്തിട്ട് ആ എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത്? അപ്ഡേറ്റ് എന്തിനായിരുന്നു? മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് റിമൂവും ഉണ്ട് ഡിസ്കാർഡും ഉണ്ട് അല്ലേ. എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷനാണ്. പോപ്പും ഉണ്ട്, റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യും. കോപ്പി നമ്മൾ ലിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് എലമെൻറ്റ്സ് ഞാനൊരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു വേരിയബിളിലും കൂടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പി. പിന്നെ എന്താണ് നമ്മൾ സെറ്റിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? യൂണിയൻ, അത് നമുക്ക് ഇതിന് പൈത്തണിൽ ചെയ്യാൻ പറ്റും. യൂണിയൻ ഫംഗ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഫംഗ്ഷനുണ്ട്. പിന്നെ ഏതാണ്? ഡിഫറൻസ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? സിമെട്രിക് ഡിഫറൻസ്. പിന്നെ നമുക്ക് എന്താണ്? രണ്ട് ഈ സബ്സെറ്റും ഈ സൂപ്പർ സെറ്റും. ഈ സബ്സെറ്റും ഈ സൂപ്പർ സെറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് സബ്സെറ്റ് ആണോ അതോ സൂപ്പർ സെറ്റ് ആണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷനാണ് ഈസ് സബ്സെറ്റും അതുപോലെ ഈസ് സൂപ്പർ സെറ്റും. ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഡിക്ഷണറി ഇൻ പൈത്തൺ അടുത്തൊരു ഡേറ്റ സ്ട്രക്ചറാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. A dictionary in Python is a powerful built-in data structure that stores data in the form of a key value pairs. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കുന്ന ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ഡിക്ഷണറിയിൽ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനൊരു കീയും ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യേണ്ട സിൻറ്റാക്സ് എങ്ങനെയെന്ന് നോക്കാം. ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡി ഈസ് ഈക്വൽ ടു വേരിയബിൾ നെയിം ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചാൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കേളി ബ്രേസസ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഇതിനകത്ത് കീ വാല്യൂ പെയർസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ 1 ആണ് ഇൻഡെക്സ് നമ്പർ, 1 കൊടുക്കുക. അതിൻ്റെ കീ എന്ന് പറയുന്നത് 1 ആണ്. കോളൻ യൂസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ആണ് എത്രയെന്നുള്ള കൊടുക്കുക. കോമ. അടുത്തത് 2 എന്ന് കൊടുക്കുക. എന്താണ്? കീ വാല്യൂ പേഴ്സ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീയും കൂടെ കറസ്പോണ്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ 2 കൊടുത്തിട്ട് കോളൻ യൂസ് ചെയ്തിട്ട് അടുത്ത് എന്താണോ അതിൻ്റെ വാല്യൂ എന്നുള്ളത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം.
സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ട് നെയിം കൊടുത്ത് കോളൻ യൂസ് ചെയ്തിട്ടാണ് ആ നെയിം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏജ് കൊടുത്തു, കോളൻ യൂസ് ചെയ്തിട്ട് 21 കൊടുത്തിട്ടുണ്ട്. കോഴ്സ് എന്ന് കൊടുത്തിട്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ നെയിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡബിൾ കോട്ട്സ് കൊടുത്തല്ലേ, രാഹുൽ, അതിന് ഞാൻ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏജിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 21-ന് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിങ് അല്ലേ. അപ്പോൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യണം. ഇവിടെ എന്താണ്, ഒരു ഇൻറ്റീജർ ആണ്. അപ്പോൾ അവിടെ ഡബിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ പ്രിൻ്റ് ഇത്രയും കൊടുത്തിട്ട് പ്രിൻ്റ് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എം ടി ഡിക്ഷണറി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? D1 ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതാ ഇപ്പോൾ എം ടി ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തത്. സെറ്റിനകത്ത് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളൊരു എം ടി സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക, അതുപോലെ ക്ലോസിങ് നമ്മുടെ ഒരു കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അടുത്തത് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു നെയിം, അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നുണ്ടോ, ഇതുപോലെ നമുക്ക് ഡിക്ഷണറി കിട്ടും. അടുത്തത് പേഴ്സൺ ഈക്വൽ ടു നെയിം അനിത എന്ന് കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിട്ടുണ്ട്, സിറ്റി. അടുത്തത് ഇനി നമുക്ക് ഡിക്ഷണറിയിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് അടുത്ത് പറയുന്നത്. പ്രിൻ്റ് പേഴ്സൺ ഡോട്ട് കീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കീസ് ഏതാണ്? നെയിം, ഏജ്, സിറ്റി. അത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, ഡിക്റ്റ് കീ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ കീ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ആ ഡിക്ഷണറിയുടെ കീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാം. വാല്യൂസ് വെച്ചിട്ട് വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അനിത 25 ഡൽഹി. ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ കിട്ടും? കീസും കിട്ടും, വാല്യൂസും കിട്ടും. മനസ്സിലായോ? 3 ഫംഗ്ഷനും ക്ലിയർ ആയല്ലോ. കീസ് എന്ന് കൊടുക്കുമ്പോൾ ഡിക്ഷണറിയുടെ കീസ്, വാല്യൂസ് എന്ന് കൊടുക്കുമ്പോൾ വാല്യൂസ് കിട്ടും, അതുപോലെ കീയും വേണം, അതിൻ്റെ വാല്യൂസും വേണമെങ്കിൽ യൂസിങ് ദ ഫംഗ്ഷൻ ഐറ്റംസ്. അതുപോലെ ഗെറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറസ്പോണ്ടിങ്, ഇപ്പോൾ സിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ അപ്ഡേറ്റ് ഫങ്ഷൻസ്, മൾട്ടിപ്പിൾ വാല്യൂസ് എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്ഡേറ്റ്. പോപ്പ് സിറ്റി എന്ന് പറയുമ്പോൾ അതിലെ എലമെൻറ്റ്സ് റിമൂവ് ചെയ്യും. പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് പോപ്പ് ഐറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണിനകത്ത് സിറ്റിയാണ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ സിറ്റി പോയി കഴിഞ്ഞു, കണ്ടല്ലോ, അതിനകത്ത് ഡൽഹി എന്നുള്ളത് പോയി. ഇനി അടുത്തത് പോപ്പ് ഐറ്റം, നമ്മുടെ ഇതിനകത്തുള്ളത് നെയിമുണ്ട്, ഏജ് ഉണ്ട്, കൺട്രി ഉണ്ട്, കണ്ടല്ലോ ഇതിനകത്ത്. ഇനി പോപ്പ് ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ലാസ്റ്റ് ഇത് ഇവിടെ വന്നല്ലോ കൺട്രി, ഇതായിരിക്കും അതിൽ നിന്ന് റിമൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ പോപ്പ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പ്രിൻ്റ് പേഴ്സൺ ഡോട്ട് പോപ്പ് ഐറ്റം എന്ന് നമ്മൾ കൊടുത്തത്. അടുത്തത് ഡിക്ഷണറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലിയർ എന്നുള്ളത്. ഒരു ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമുക്കൊരു എം ടി ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വേരിയബിൾ നെയിം ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി വാല്യൂസ് എങ്ങനെ സ്റ്റോർ ചെയ്യും? ഡീസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കുക? കീ കൊടുക്കണം. കീ എന്നുള്ളത് 101 ആണ് കീ എങ്കിൽ അടുത്ത് എന്താണ്? വാല്യൂ അരുൺ. ഇങ്ങനെ നമുക്ക് വാല്യൂ കൊടുക്കാം. 102 കാവ്യ. ഇങ്ങനെ നമുക്ക് കീ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തത് ഡിക്ഷണറി. ടെലിഫോൺ ഡയറക്ടറിയൊക്കെ അതിന് എക്സാമ്പിളാണ് അല്ലേ. നമുക്ക് നെയിം കൊടുത്തിട്ട് നമ്മൾ ടെലിഫോൺ നമ്പർ അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീയും ഉണ്ടാവും, കോളൻ വാല്യൂ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. കീ വാല്യൂ പേഴ്സ് ആണ്. അടുത്ത് നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസാണ് നമ്മൾ പഠിച്ചത്? അത് എളുപ്പമാണ്. ആ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് കീസ് എന്നുള്ളത്. അടുത്ത് എന്താണ്? വാല്യൂസ്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. കീയും വേണം, വാല്യൂസ് കംപ്ലീറ്റ് ആ ഡിക്ഷണറിയിലെ എലമെൻറ്റ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ആ കീ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും ഗെറ്റ് ഫംഗ്ഷൻ. അടുത്ത് എന്താണ്? അപ്ഡേറ്റ്. ഒരു ഡിക്ഷണറിയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്ഡേറ്റ്. ഇനി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പും ഉണ്ട്, പോപ്പ് ഐറ്റം. ഞാൻ ഈ സെപ്പറേറ്റ് എഴുതുന്നത് ഈ ഫങ്ഷൻസ് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ക്ലിയർ. ഒരു ഡിക്ഷണറിയിലെ എലമെൻറ്റ്സ് എല്ലാം കളഞ്ഞിട്ട് ഡിക്ഷണറി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലിയർ. ഇത്രയും ഫങ്ഷൻസ് ഡിക്ഷണറിയിൽ നിന്ന് പഠിക്കണം. ഒരു എം ടി ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഒരു ഡിക്ഷണറി എങ്ങനെ ഉണ്ടാക്കും, ഡിക്ഷണറിക്ക് അകത്ത് നമ്മൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഫങ്ഷൻസ് ഏതാണെന്നുള്ളത് പഠിക്കുക. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അറേസ് എന്ന് പറയുന്നത്. അറേസ് ഇൻ പൈത്തൺ. പൈത്തണിലുള്ള അറേസ് എന്ന് പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം ലിസ്റ്റ് പഠിച്ചല്ലേ, രണ്ടാമത്തെ ടപ്പിൾ പഠിച്ചു, മൂന്നാമതായിട്ട് നമ്മൾ സെറ്റ് പഠിച്ചു, അടുത്ത് ഡിക്ഷണറി.
അടുത്ത ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അരേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ അരേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഡേറ്റ സ്ട്രക്ചർ പോലെ സെയിം തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അരേക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അരേക്കകത്ത് വരുന്നത്. നമ്മൾ ലിസ്റ്റ് പഠിച്ചപ്പോൾ നമുക്ക് ഇൻറ്റീജറും കൊടുക്കാം, അതുപോലെ സ്ട്രിങ്ങും കൊടുക്കാമെന്ന് പഠിച്ചല്ലേ. പക്ഷേ നമ്മുടെ അരയ്ക്കകത്ത് സെയിം ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എലമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും. മനസ്സിലായല്ലോ? നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ മുതൽ നമ്മളൊരു കാര്യം പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഫസ്റ്റ് ലൈൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ട് അരേ ആസ് ARR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അരേ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലൈബ്രറി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ലൈബ്രറി കോൾ ചെയ്തിട്ട് വേണം ഇതുവരെ നമ്മൾ പ്രോഗ്രാമിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ അരേയുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അരേയുടെ പ്രോഗ്രാം ചെയ്യാം. ഏതാണ്? ഇമ്പോർട്ട് അരേ എന്ന് പറയുന്ന ലൈബ്രറി നമുക്ക് കോൾ ചെയ്യാം. ഏത് ലൈബ്രറിയാണ്? ഇമ്പോർട്ട് അരേ. ഈ ലൈബ്രറി കോൾ ചെയ്ത് നമുക്ക് ചെയ്യാം. അതുപോലെ ഒരു ലൈബ്രറി ഫംഗ്ഷനും കൂടെ ഉണ്ട്, ഇമ്പോർട്ട് നമ്പർ. അടുത്ത യൂണിറ്റുകളിൽ നമുക്ക് ഈ നമ്പറെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇപ്പം ഈ രണ്ട് രീതിയാണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. അരേ എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് നമ്പയും വെച്ചിട്ട് ചെയ്യാം, ഈ എക്സ്റ്റേണൽ ലൈബ്രറി വെച്ചിട്ട് ചെയ്യാം, അതുപോലെ അരേ എന്നുള്ള ലൈബ്രറി വെച്ചിട്ടും ചെയ്യാം. മനസ്സിലായല്ലോ? അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് വേരിയബിൾ നെയിം ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഇമ്പോർട്ട് അരേ ആസ് ARR എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. ഇത് ഇങ്ങനെ പഠിച്ചു വയ്ക്കാനേ പറ്റുള്ളൂ. ഈ ARRൻ്റെ സ്ഥാനത്ത് നമുക്ക് വേരിയബിൾ, ഇഷ്ടമുള്ള വേരിയബിൾ യൂസ് ചെയ്യാം. ഈ പ്രോഗ്രാമിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ARR ആണ്. അപ്പോൾ എനിക്കൊരു അരയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അരേ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അരേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്? അരേ എന്നുള്ള ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ നെയിം ഈക്വൽ ടു, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കണം. ആ വേരിയബിൾ ARR ഡോട്ട് അരേ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി ഇൻറ്റീജർ ആയിട്ടാണ് എനിക്ക് അരേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് I എന്ന് കൊടുക്കണം. കോമ ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് എനിക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനകത്ത് അരേയുടെ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അടുത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഡെസിമൽ ആയിട്ടുള്ള ഒരു അരയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? B = ARR എന്നുള്ള വേരിയബിളാണ്. ഞാൻ നേരത്തെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത വേരിയബിൾ ARR ആണ്. അപ്പോൾ ഇമ്പോർട്ട് അരയ്ക്ക് പകരം ഞാൻ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്ത വേരിയബിൾ ARR ആണ്. ARR എന്ന് കൊടുക്കുക, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഫ്ലോട്ടിംഗ് പോയിന്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് അരേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ F എന്ന് കൊടുത്തിട്ട് എലമെൻറ്റ്സ് കൊടുക്കുക. അരേ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അരേ പ്രിൻറ്റ് ചെയ്തു, ഇൻറ്റീജർ എലമെൻറ്റ്സ് വന്നു. രണ്ടാമത്തെ അരയിലെ എലമെൻറ്റ്സ് കണ്ടല്ലോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട്. അപ്പോൾ ഒരു അരേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. പക്ഷേ ഒരു വ്യത്യാസം, സെയിം ഡേറ്റ ടൈപ്പിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അരേക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. നമുക്ക് ഈ പ്രോഗ്രാം നോക്കാം. ഇമ്പോർട്ട് അരേ ആസ് ARR എക്സ്റ്റേണൽ ലൈബ്രറി കോൾ ചെയ്തിട്ടുണ്ട്. പൈത്തൻ്റെ ഒരു ലൈബ്രറി നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് അരേ എന്നുള്ള ലൈബ്രറി ആസ് ARR എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻറ്റീജർ അരയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 10, 20, 30, 40, 50. അതുവരെ മനസ്സിലായല്ലോ? ARR ഡോട്ട് അരേ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ഇൻറ്റീജർ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് സെയിം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലിസ്റ്റിനകത്ത് നമ്മൾ പഠിച്ച ഫങ്ഷൻസ് തന്നെയാണ് അരയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൻഡ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരു പൊസിഷനകത്ത് 2-നകത്ത് 99 കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ സെക്കൻഡ് പൊസിഷനകത്ത് 99 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, 0, 1 സെക്കൻഡ് പൊസിഷനിൽ 99 ഇൻസേർട്ട് ചെയ്തു. അടുത്തത് റിമൂവ് 40 റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്താണ്? പോപ്പ് ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അതിൽ നിന്ന് പോപ്പ് ചെയ്യുന്നത്. അടുത്തത് ഇത് പഠിക്കണം കേട്ടോ, സ്ലൈസ് എന്നുള്ളത്. ഇപ്പോൾ ഒരു അരേ ഉണ്ട്. അരയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 10, 20, 99, 30, 50.
പക്ഷേ ഈ അരയിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റ സ്ട്രക്ചറുണ്ട്, അതിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇൻഡെക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് വേണ്ട എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം 4 വരെ. 4 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സൈസ് എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ചിട്ടായിരിക്കും നമ്മൾ എലമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 1 എന്ന് പറയുമ്പോൾ ഏതാ? ഇത് 0 അല്ലേ, ഇത് 1. അപ്പോൾ ഇത് തൊട്ട് തുടങ്ങണം. 20 വേണം എനിക്ക്, 1 വേണം, അടുത്ത് 2 വേണം, 3 വേണം. 4 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ n-1 ആണ് വരേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണമായിരിക്കും എനിക്ക് സ്ലൈസ് ചെയ്ത് എടുക്കുന്നത്. അടുത്ത് ഞാനിപ്പോൾ 0 to 3 ആണ് സ്ലൈസ് ചെയ്യാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? 10 വരും അല്ലേ, 0 വരും, 1 വരും, 2 99. മനസ്സിലായോ? അപ്പോൾ 0 വരും, 1 വരും, 2 വരും. ഇതുവരെ ആയിരിക്കും നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടുന്നത്. അടുത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് സ്ട്രിങ്സ് ഇൻ പൈത്തൺ. സ്ട്രിങ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നതെന്ന് പഠിച്ചു. സ്ട്രിങ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ടെക്സ്റ്റുവൽ ഡേറ്റ സച്ച് ആസ് എ നെയിംസ്, അഡ്രസ്സ് ഓർ ഈവൻ എൻറ്റയർ പാരഗ്രാഫ്. നമുക്ക് ആ പ്രോഗ്രാം നോക്കാം. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു പൈത്തൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് ടെക്സ്റ്റ് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് 0 ആണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. P ആയിരിക്കും റിസൾട്ട് വരുന്നത്. അതുപോലെ പ്രിൻറ്റ് ടെക്സ്റ്റ് -1 ഏതായിരിക്കും വരുന്നത്? N ആയിരിക്കും വരുന്നത്. അടുത്ത് എന്താണ്? വേർഡ് ഈക്വൽ ടു പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. വേർഡ് 0 to 6 നമ്മൾ ഇൻഡെക്സ് നേരത്തെ പഠിപ്പിച്ചിരുന്നു. എങ്ങനെ 0 to 6 എന്ന് പറയുമ്പോൾ 0 n-1 0 to 5 വരെ ആയിരിക്കും വരുന്നത്. 0 1 2 3 4 5 കണ്ടല്ലോ ആൻസറായിട്ട് വന്നത്. അടുത്തത് എന്താണ്? ബിഗിൻ പൊസിഷൻ പറയുന്നില്ല. അവിടെ 2 കോളൻ കൊടുത്തിട്ട് സ്റ്റോപ്പ് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 0 to 3 വരെയാണ്. നോക്കാം. അപ്പോൾ P വന്നു, R വന്നു, OG കണ്ടല്ലോ ആൻസർ വന്നിരിക്കുന്നത്. അടുത്തത് ബിഗിൻ പൊസിഷൻ നമുക്ക് 4 ആണ്, എൻഡ് പൊസിഷൻ പറയുന്നില്ല. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 0 1 2 3 4 6 തൊട്ടുള്ളതായിരിക്കും വരുന്നത്. അതാണ് അടുത്ത ഔട്ട്പുട്ട്. അടുത്ത എന്താണ്? വേർഡ് നമുക്ക് സ്റ്റാർട്ട് എത്രയെന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് പൊസിഷൻ ഇല്ല, സ്റ്റോപ്പ് ഇല്ല, -1 എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സ് വോട്ട്. അപ്പോൾ എന്താണ്? നമുക്ക് ആ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ജസ്റ്റ് റിവേഴ്സായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇതുവരെ മനസ്സിലായല്ലോ? നമുക്ക് ഇത് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ലൈസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് നമ്മൾ കൊടുക്കും. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കും, കോളൻ യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് സ്റ്റോപ്പ് നമ്മൾ പറയും, എവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത്. അടുത്ത് നമ്മൾ ഒരു കാര്യം കൂടെ കൊടുക്കും, സ്റ്റെപ്പ്. കണ്ടിന്യൂസ് അല്ലാതെ ചിലപ്പോൾ ചില എലമെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് വരണം. ഇവിടെ ഞാൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 1 2 ഇതായിരിക്കും അടുത്ത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പും കൂടെ യൂസ് ചെയ്യും ഇൻഡെക്സിൻ്റെ കൂടെ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. ക്ലിയർ ആയല്ലോ? അടുത്തത് A is equal to hello. ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബിക്കകത്ത് വേൾഡ്. നമുക്ക് 2 സ്ട്രിങ്ങും കൂടെ കൺകേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് കൊടുത്തിരിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ ഇടയ്ക്ക് സ്പേസ് വേണം. അതാണ് ഡബിൾ കോട്ട്സിനകത്ത് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് കണ്ടല്ലോ, ഹലോ വേൾഡ്. അടുത്ത് A*3 എന്ന് കൊടുത്തു. അപ്പോൾ എക്കകത്തുള്ളത് 3 ടൈംസ് മൾട്ടിപ്പിൾ ആയിട്ട് വരണം. ഹലോ 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 എന്നുള്ള 5 കൊടുത്തിരുന്നെങ്കിൽ 5 ടൈംസ് വന്നേനെ. അടുത്ത് എന്താണ്? പ്രിൻറ്റ് H-A. എന്ന് പറയുന്നതിനകത്ത് H ഉണ്ടോ? അപ്പോൾ H എന്താണ്? ഇന്നാണ്. അപ്പോൾ എന്താണ്? ട്രൂ. അതുപോലെ തന്നെ Z നോട്ട് ഇൻ B. ബിയിൽ Z ഇല്ല. അപ്പോൾ അതും എന്താണ്? ട്രൂ ആണ്. ആൻസർ വന്നേണ്ടല്ലോ. അടുത്തത് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് len. അപ്പോൾ നമുക്ക് എത്രയാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ കൗണ്ട് ഇൻഡെക്സ് നോക്കിയിട്ട് 22 കണ്ടല്ലോ. അടുത്തത് നമുക്ക് ഇത്രയും ഫംഗ്ഷനും കൂടെ പഠിക്കണം. നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിന് കൺവേർട്ടഡ് ഇൻറ്റു ലോവർ കേസ് യൂസിങ് ദ ഫംഗ്ഷൻ ലോവർ. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തു. അടുത്തത് അപ്പർ. നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിന് അപ്പർ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അപ്പർ. ഇതാണ്ടല്ലോ പൈത്തൺ പ്രോഗ്രാമിങ്. അടുത്തത് സ്ട്രിപ്പ്. ഇതിൻ്റെ ഇവിടെ കണ്ടോ സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്. ഈ സ്പേസ് കളഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. അത് കണ്ടോ നീങ്ങി വന്നേണ്ടോ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അടുത്തത് റീപ്ലേസ്. പൈത്തൺ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ജാവ വരണം. പ്രിൻറ്റ് ചെയ്തേണ്ടോ ജാവ പ്രോഗ്രാമിംഗ് എന്ന് വന്നു.
അടുത്തത് ഫൈൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ PROG എന്നുള്ളത് എവിടെയാണ് വരുന്നത്, അതിൻ്റെ ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സ് ആണ് നമുക്ക് 9 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ആ PROGയുടെ ഇൻഡെക്സ് 0 1 2 3 4 5 6 7 ആ 8 9 തൊട്ടായിരിക്കും. ഇവിടുത്തെ സ്പേസും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് വന്നത്. അടുത്ത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ 2 ടൈംസ്. അടുത്തത് സ്റ്റാർട്ട് വിത്ത് PY സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നുള്ളത് അവിടെ എന്താണ്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലല്ല, PYയിലല്ല. എൻഡ് വിത്ത് INGയിലാണോ എൻഡ് ചെയ്തത്, ആണോ? ആ സ്ട്രിങ്ങിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു സ്പേസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഈ 2 ഫോൾസ് ആയിട്ട് വന്നത്. 1-2 പ്രോഗ്രാമും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്, SI = പ്രിൻസിപ്പൽ P × R × T / 100. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ റീഡ് ചെയ്യും, P റീഡ് ചെയ്യും അല്ലേ, P കൊടുക്കും. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ഇൻറ്റിജർ ആയിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്, ഫ്ലോട്ട് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഇവിടെ യൂസ് ചെയ്തത്. ഇൻ്റ് ആണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് കിട്ടും പ്രോഗ്രാമിൽ. ഇതിൽ ഡെസിമലും കൂടെ വരും. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് നമ്മൾ ഫ്ലോട്ടായിട്ട് തന്നെ കൊടുത്തത്. ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ റേറ്റ്, ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കൊടുത്തു. ടൈം, ഇൻപുട്ട് എൻ്റർ ദ ടൈം ഇൻ ഇയേഴ്സ്. ഇത് മൂന്നുമാണ് നമ്മൾ റീഡ് ചെയ്തത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. SI = P × ഇവിടെ യൂസ് ചെയ്ത വേരിയബിൾ നോക്കുക. ഇവിടെ പ്രിൻസിപ്പൽ, റേറ്റ്, ടൈം അതുപോലെ കൊടുത്തു. ആ ഫോർമുല കൊടുത്തു. പ്രിൻറ്റിനകത്ത് ഞാനത് ഡിസ്പ്ലേ ചെയ്തു. പ്രോഗ്രാം മനസ്സിലായല്ലോ. അടുത്തൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഒരു ലിസ്റ്റായിട്ട് 6 മന്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ ലിസ്റ്റ് 6.5 7.2 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾ ഇൻഫ്ലേഷൻ റേറ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വേണം. അതുപോലെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഫ്ലേഷൻ റേറ്റിന് അസെൻഡിങ് ഓർഡർ. അത് എന്ത് കൊടുത്തു, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഡേറ്റ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തു. അടുത്തെന്താണ്, മാക്സ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹയസ്റ്റ് ലോവസ്റ്റ്. സോ മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തു, മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തു. അടുത്തെന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്, സമ്മ് ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സം ഓഫ് ഇൻഫ്ലേഷൻ എന്ന് കൊടുത്തിട്ട് സമ്മ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ നമുക്ക് എന്താണ്, ഒന്നിന് നമ്മൾ കൗണ്ട് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 എന്നുള്ള കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ LN ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഇൻഫ്ലേഷൻ എന്ന് കൊടുത്താൽ അത് കൗണ്ട് ചെയ്ത് പറയും. ഇവിടെ നമുക്ക് കിട്ടുന്നത് 6 ആയിരിക്കും. മനസ്സിലായല്ലോ, സം ഡിവൈഡഡ് ബൈ നമ്പർ. അടുത്തത് അപ്പോൾ അതെന്തായി, ആവറേജ് കിട്ടി. ഇവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ഓഫ് ഫംഗ്ഷൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആവറേജ് വരുന്നത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ഒരു 41.1111 അങ്ങനെ കുറേ ഡെസിമൽ വരും. പക്ഷേ എനിക്ക് 2 ഡെസിമലിൽ എനിക്ക് കിട്ടണം. അപ്പോൾ 41.11 മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്ത ഫംഗ്ഷനാണ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുണ്ട് അസെൻഡിങ് ഓർഡറിൽ വേണം. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, സോർട്ട് ഫംഗ്ഷൻ. അത് അതുപോലെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇൻഫ്ലേഷൻ റേറ്റ് സോർട്ടഡ് ഓർഡറിൽ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമവും മിന്നും ഫംഗ്ഷൻ വെച്ചിട്ട് മാക്സും മിന്നും കണ്ടുപിടിച്ചു. ആവറേജ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ സം ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ LN വെച്ചിട്ട് ലെങ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് സോർട്ട് വെച്ചിട്ട് സോർട്ടഡ് ഓർഡറിൽ ആക്കി. ഇതാണ് അടുത്തൊരു പ്രോഗ്രാം. 1-2 സിമ്പിൾ പ്രോഗ്രാമും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 3 നമ്പേഴ്സാണ്. 3 നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ 3 നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ, അതുപോലെ സെക്കൻഡ് നമ്പർ കൊടുത്തു, തേർഡ് നമ്പർ. ഇവിടെ ഞാൻ 3 നമ്പർ എൻ്റർ ചെയ്തു. ആവറേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്, സമ്മ് A + B + C 3 കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എത്ര നമ്പേഴ്സാണ് ഉള്ളത്, 3 നമ്പേഴ്സാണ്. ഡിവൈഡഡ് ബൈ 3 കൊടുത്തു. എന്നിട്ട് ആവറേജീസ് എന്നൊരു മെസ്സേജ് വന്നു. എനിക്ക് ആവറേജ് ഏത് വേരിയബിളിനകത്തോട്ട്, ആവറേജ് എന്നുള്ള വേരിയബിളിനകത്ത് ആവറേജ് ഡിസ്പ്ലേ ചെയ്തു. ഈ പ്രോഗ്രാംസ് ജസ്റ്റ് ചെയ്ത് നോക്കുക. ആ പൈത്തൺ ഓൺലൈൻ കമ്പൈലറിലിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ കാണാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക.
അടുത്തൊരു പ്രോഗ്രാമാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. നിങ്ങൾക്കറിയാം അല്ലേ, ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം ലെങ്തും ബ്രെഡ്ത്തും റീഡ് ചെയ്യുക. പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതും ആ ഫോർമുല കൊടുത്തു. ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും ഡിസ്പ്ലേ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് ഞാൻ പറയുന്നത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ചെയ്തു നോക്കുക. സ്ക്വയറിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കേണ്ട ഫോർമുല വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്, എ ഇൻറ്റു എ കാൽക്കുലേറ്റ് ചെയ്യുക. പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ 4a ആണ്. അപ്പോൾ 4 ഇൻറ്റു എ ചെയ്ത് നോക്കുക. നമുക്കിതിനകത്ത് റീഡ് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് എ മാത്രമാണ് റീഡ് ചെയ്യേണ്ടത്. ഇവിടെ ഏരിയയാണ്. ഏരിയ ഈക്വൽ ടു എ ഇൻറ്റു എ ചെയ്യുക. അതുപോലെ പെരിമീറ്റർ. നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പൈത്തണിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ എഴുതും അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, നമുക്ക് ആ ഫീച്ചേഴ്സ് പഠിച്ചു, അഡ്വാൻറ്റേജസ് പഠിച്ചു, ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഒരു പൈത്തൺ പ്രോഗ്രാം എങ്ങനെ എഴുതും അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പൈത്തൺ പ്രോഗ്രാം എന്ന് പറഞ്ഞ് പഠിച്ചത്. അത് വേണമെങ്കിൽ നമുക്കൊരു SAക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കഴിവതും പ്രോഗ്രാമും കൂടെ ചേർത്ത് വേണം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അടുത്തത് ഡേറ്റ സ്ട്രക്ചർ ഇൻ പൈത്തൺ. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡേറ്റ സ്ട്രക്ചർ, ഏതൊക്കെ ഡേറ്റ സ്ട്രക്ചറാണ് പൈത്തനകത്ത് യൂസ് ചെയ്യുന്നത്. ആ ഡേറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിൻ്റെ പേര് പഠിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തന്നു. ലിസ്റ്റിന് എന്താണ്, അതുപോലെ തന്നെ ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി, പിന്നെ നമ്മൾ പഠിച്ച സ്ട്രിങ് ഓരോന്നിൻ്റെയും, അതുപോലെ അറേസും, ഇതിൻ്റെയൊക്കെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതും കൂടെ വേണം നമ്മൾ പഠിച്ച് വയ്ക്കേണ്ടത്. ഇത്രയാണ് ഈ യൂണിറ്റിലുള്ളത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഇതുവരെ നമ്മൾ പൈത്തൻ്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതുന്ന സ്റ്റെപ്സ് ആണ് പഠിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.